ഫ്രണ്ട്സ്, നമുക്ക് ഒരു ഇൻഫോർമൽ ആയിട്ട് പോകാം. ഇതിനകത്ത് ഇൻട്രൊഡക്ഷനൊക്കെ നമ്മൾ ഒരാളോട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞാൽ, നമ്മളിപ്പോ ഒരു മീറ്റിങ്ങിനോ, നമ്മളെല്ലാം പരിചയമുള്ളവരാണ്, അല്ലാതെ ഒരു മീറ്റിങ്ങിനോ ഒരു പരിപാടിക്കോ പോകുമ്പോൾ നമ്മള് ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും? അല്ലെങ്കിൽ നിങ്ങളൊരു വിരുന്നിന് പോയി, കല്യാണത്തിന്റെ പരിപാടിക്ക്, എങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? ആരെങ്കിലും ഒരു ഉദാഹരണം പറയാമോ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? ഹു ആർ യു എന്ന് ഒരാൾ ചോദിച്ചാൽ എന്ത് പറയും? പേര് മാത്രം പറയും, പിന്നെ ക്ലോസ് കണക്ഷനും ആളുമായിട്ട് കണക്ട് ചെയ്യാവുന്ന എന്തെങ്കിലും ഉണ്ടോ നോക്കുമല്ലേ? അല്ലെങ്കിൽ വേറെ ആളെ പരിചയപ്പെടുത്തുകയാണെങ്കിൽ, ഇപ്പൊ ഒരു പ്രൊഫഷണൽ മീറ്റിംഗ് ആണ്, നമ്മൾ നമ്മുടെ പ്രൊഫഷണൽ ബാക്ക്ഗ്രൗണ്ട് പറയും, പേര് പറയും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പിൽഗ്രിമേജോ പിക്നിക്കോ ഒക്കെ ആണെങ്കിലോ അവിടെ ഇതിനൊന്നും വലിയ പ്രസക്തി ഇല്ല, പ്രൊഫഷൻ ഒന്നും. അപ്പൊ എന്ത് ചെയ്യും? ഓക്കെ, നമ്മളൊരു കവി സമ്മേളനം കേൾക്കാൻ പോയത്, അല്ലെങ്കിൽ ഒരു പ്രസംഗം കേൾക്കാൻ പോവുകയാണെങ്കിലോ, നമ്മൾ ഓരോ സന്ദർഭം അനുസരിച്ച് നമ്മുടെ ഐഡന്റിറ്റിയുടെ ഓരോ ആസ്പെക്ട്സ് ആണ് അവതരിപ്പിക്കുന്നത്, അല്ലെ? ഇപ്പം ഞാനൊരു കഥകളി പരിപാടി കാണാൻ പോവാണെങ്കിൽ ഒരാൾ എന്നോട് പറയാം, ഇയാൾ വലിയ കഥകളി പ്രേമിയൊക്കെയാണ് കേട്ടോ, പക്ഷെ വലിയ അറിവൊന്നും ഇതിനകത്ത് ഇല്ലായിരിക്കും, പക്ഷെ ആരും ഇഷ്ടമുള്ളതാണ് എന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതല്ല, നമ്മളൊരു സെമിനാർ, പ്രൊഫഷണൽ സെമിനാർ, ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു എഞ്ചിനീയർ എന്ന നിലയ്ക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസ് പ്രസന്റ് ചെയ്യാൻ പോകണം എന്ന് പറയും. അത് നമ്മുടെ പ്രൊഫഷണൽ ഐഡന്റിറ്റി പറയും. പക്ഷെ ഈ ഐഡന്റിറ്റീസ് ഒക്കെ പലതും നമ്മൾ ജീവിതത്തിൽ നേടിയെടുത്ത ക്വാളിഫിക്കേഷനോ എക്സ്പീരിയൻസോ കൊണ്ടൊക്കെ ഉള്ളതും. പിന്നെ പേരാണെങ്കിൽ പേരൻസ് ഇട്ട പേരാണ്. പേരിനോട് കണക്ട് ചെയ്ത് അറിഞ്ഞോ അറിയാതോ കൾച്ചറും മതവും ഒക്കെ കയറി വരുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ അക്വയർ ചെയ്ത ഐഡന്റിറ്റീസ് ആണ്, അല്ലെ? ഇതൊക്കെ ലേബലുകളും പുറമെ ഫിറ്റ് ചെയ്ത കാര്യങ്ങളാണ്. നമ്മൾ വസ്ത്രങ്ങൾ ഇടുന്ന പോലെ ഒരു ടൈയോ കെട്ടി സ്യൂട്ടൊക്കെ ഇട്ട് കഴിയുമ്പോൾ വേറൊരു ലുക്കാണ് എന്ന് പറഞ്ഞാലേ ഉള്ളൂ. ഒരു ഉത്തരവാദിത്വബോധമുള്ള ബുദ്ധിമാനായ മനുഷ്യൻ, അല്ലെ ബുദ്ധിമതിയായ മനുഷ്യ സ്ത്രീ എപ്പോഴെങ്കിലും ഈ ചോദ്യം ചോദിക്കും, ഞാൻ ആരാണ്? ഈ ദുഃഖം വരുമ്പോഴാണ് മനുഷ്യന് ചോദ്യങ്ങൾ ഉണ്ടാകുമെന്ന് പറയാറുണ്ട്. സുഖം വരുമ്പോൾ ചോദ്യങ്ങളല്ല. ഇപ്പം ഇന്ന് എനിക്ക് ഇത്ര സന്തോഷമായിട്ട് നടക്കുന്ന എന്താ എന്ന് ആരും ചോദിക്കാറില്ല. എന്റെ മനസ്സെന്താ ഇന്ന് സുഖമായിട്ടിരിക്കാത്തത് എന്ന് ചോദിക്കും, അല്ലെ? ജീവിതത്തിൽ ചോദ്യങ്ങൾ വരുന്നത്, ഞാൻ ശാസ്ത്രജ്ഞന്മാരെ കുറിച്ച് അല്ല ഉദ്ദേശിക്കുന്നത്, തത്വജ്ഞാനികളെ കുറിച്ച്. സാധാരണ ജീവിതത്തിൽ നമുക്ക് ചോദ്യങ്ങൾ വരുന്ന എപ്പോഴാണ്? ക്വസ്റ്റ്യൻസ് ആർ അസോസിയേറ്റഡ് വിത്ത് സംതിങ് നെഗറ്റീവ്, അല്ലെ? എനിക്ക് ഈ അനുഭവം വരാൻ കാര്യം എന്താ? ഞാൻ എന്ത് ചെയ്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ സംഭവിച്ചത്? ഈ തരത്തിലാണ് ചോദ്യങ്ങൾ വരുന്നത്. മറുവശത്ത് വളരെ ഹാപ്പി ആയിട്ടുള്ള എന്തെങ്കിലും കാര്യമാണെങ്കിലോ, അപ്പോഴെങ്ങനെ ചോദ്യങ്ങളാണ് ഉണ്ടാകുന്നത്? ചോദ്യം ചോദിക്കത്തില്ല, അങ്ങനെ സ്മൂത്ത് ആയിട്ട് അങ്ങ് പോകും. അപ്പൊ വണ്ടർമെന്റ്, അത്ഭുതമാണ് ഉണ്ടാകുന്നത്, അല്ലെ? നമ്മൾ പറയാൻ പ്രബുദ്ധരായ വ്യക്തികളൊന്നും ബന്ധിതരായ വ്യക്തിയായിട്ടുള്ള പോലെ, ചിലർ നമ്മുടെ ബുദ്ധ ഭഗവാനൊക്കെ പ്രബുദ്ധരായ വ്യക്തികളായിട്ടുള്ള എൻലൈറ്റൻഡ് ആൾക്കാർ. ഈ എൻലൈറ്റൻഡ് ആൾക്കാരുടെ സവിശേഷത, അവരുടെ ജീവിതത്തില് അവര് ഈ ദുഃഖത്തോട് ബന്ധപ്പെട്ട ചോദ്യങ്ങളിലല്ല അവർ നിൽക്കുന്നത്. അതൊക്കെ തുടക്കത്തിൽ ഉണ്ടായിരുന്നിരിക്കും. അവരുടെ മനസ്സ് എപ്പോഴും ഒരു വിസ്മയത്തിലാണ്. നമ്മൾ സാധാരണയായിട്ട് മിറാക്കിൾസ് എന്നൊക്കെ പറയാറുണ്ട്. ഒരു കുട്ടി കണ്ണ് കെട്ടിയിട്ട് വായിക്കുകയാണെങ്കിൽ നമ്മൾ മിറാക്കിൾ എന്ന് പറയും. കണ്ണ് കെട്ടാതെ നോക്കിയിരുന്ന് ഒരു പുസ്തകം വായിച്ചാൽ നമ്മൾ മിറാക്കിൾ എന്ന് പറയില്ല. കാരണം എന്താ? നമുക്ക് കണ്ടു പരിചയമുള്ള കാര്യമാണ്. കണ്ണിലൂടെ ഗ്രഹിക്കുന്നു, കണ്ണിലൂടെ സെൻസ് ചെയ്യാൻ പറ്റുന്നു എന്നത് നമുക്ക് സാധാരണ അനുഭവം. അതുകൊണ്ട് നമ്മൾ അതിനെ മിറാക്കിൾ അല്ലെങ്കിൽ വിസ്മയം, അത്ഭുതം എന്ന് വിളിക്കുന്നില്ല. പക്ഷെ ഒന്ന് ഓർത്താൽ അതൊരു അത്ഭുതം തന്നെയല്ലേ, അല്ലേ? ഇപ്പൊ ജീവിതത്തിൽ മൊത്തമേ നമ്മളൊന്ന് നിഷ്കളങ്കമായി നോക്കിയാൽ, നമ്മുടെ ഏതെങ്കിലും കൺസെപ്റ്റുകളോ അറിവുകളോ ധാരണകളോ ഒക്കെ ഒന്ന് മാറ്റി നിർത്തി തുറന്ന മനസ്സോടെ നോക്കിയാൽ ജീവിതം മൊത്തം ഒരു വിസ്മയം തന്നെയാണ്. ഈ വിസ്മയം ഒരു ശാസ്ത്രജ്ഞന്റെ ബുദ്ധിയിലോ അല്ലെങ്കിൽ കവിയുടെ ബുദ്ധിയിലോ അല്ലെങ്കിൽ സത്യവേന്ദ്രന്റെ ബുദ്ധിയിലോ പോയാലും എല്ലാം വിസ്മയം തന്നെയാണ്. ഒരുമാതിരി പഴഞ്ചൻ മനസ്സുകളോട് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് വിസ്മയരാ, ഇതൊക്കെ എത്ര കണ്ടതാണെന്ന് പറയും, അല്ലെ? ഒരു ശാസ്ത്രജ്ഞൻ കൂടുതൽ പ്രപഞ്ചത്തിന്റെ നിഗൂഢതകളിലേക്ക് ആഴത്തിൽ പോകുമ്പോഴും അയാൾക്ക് എനിക്കറിയാം എന്ന ഭാവത്തിലല്ല, ഇതും ഇങ്ങനെയാണോ എന്നുള്ള ആ വിസ്മയ ഭാവത്തിലേക്ക് പോകുന്നത്. അതാണ് ജിജ്ഞാസ മുന്നോട്ട് കൊണ്ടുവന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിലും നമുക്ക് അടിസ്ഥാനപരമായ രണ്ട് ചോദ്യങ്ങളാണ് മനുഷ്യനോട്.
ചിന്തിക്കുന്ന നല്ല ബുദ്ധിമാനായ മനുഷ്യൻ. ഒന്ന്, വാട്ട് ഈസ് ദിസ് വേൾഡ് ആൻഡ് ഹൂ ആം ഐ റിയലി in spite of the labors that the society gave us, whatever we believed we are, എന്താണ് യഥാർത്ഥത്തിൽ ഞാൻ എന്ന ചോദ്യം ഒരാൾ ചോദിക്കണം. നമ്മൾ ഇന്നത്തെ സെഷന് കുറച്ച് തത്വജ്ഞാനപരമാകും എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അറിവ് വിളമ്പി നിങ്ങൾ വിശ്വസിക്കുക എന്നുള്ളതല്ല, കുറച്ച് ഇൻട്രോസ്പെക്ട് ചെയ്യുക, കുറച്ച് എക്സാമിൻ ചെയ്യുക നമ്മുടെ സ്വന്തം നേച്ചർ എന്താണ് നമ്മളുടെ മനുഷ്യൻ എന്നുള്ളത് ഒന്ന് എക്സാമിൻ ചെയ്യാം. നാളെ നമുക്ക് അതിന്റെ ട്രൂത്ത് സൈഡ്, അതിന്റെ എഫക്റ്റീവായിട്ട് ഹാപ്പിനെസിനെ കുറിച്ചുള്ള ചില പ്രാക്ടിക്കൽ കാര്യങ്ങളിലേക്കും കിടക്കാം. നമ്മൾ എഞ്ചിനീയറിംഗ് പഠിച്ചപ്പോഴും ആദ്യം നമ്മൾ കൺസെപ്ച്വൽ ലെവലിൽ നിന്നാണ് തുടങ്ങിയത്. ഇവിടെ നമ്മൾ കൺസെപ്റ്റ് ഫോമിങ്ങിനല്ല ശ്രമിക്കുന്നത്, കൺസെപ്റ്റ് പലതും ക്ലിയർ ആക്കാനായിട്ട്. ഇപ്പൊ 2 ചോദ്യങ്ങളാണ് അടിസ്ഥാനമുള്ളത്. എന്തൊക്കെയാണ്? ഒന്ന്, ഹൂ ആം ഐ, വാട്ട് ഈസ് ദിസ്. സാധാരണ ആദ്യം ചോദ്യം പറഞ്ഞ വാട്ട് ഈസ് ദിസ് എന്നാ. ഒരു കൊച്ചുകുട്ടി പോലും സ്വന്തം വിരലുകൾ നോക്കി ഇങ്ങനെ അത്ഭുതപ്പെട്ടുകൊണ്ടിരിക്കും. കുറച്ചുകൂടെ വലുതാകുമ്പോൾ ആ വിരലുകൾ കണ്ട് പരിചയിക്കുമ്പോൾ അത്ഭുതം തീർന്നു. കുറച്ചുകൂടെ വികസിച്ച മനസ്സിലാണ് എന്താണ് ഞാൻ എന്നുള്ളൊരു ചോദ്യം ഉദിക്കുന്നത്. നമ്മുടെ പുറമേ ഉള്ള ലോകം നോക്കി അതിന് പണ്ട് തത്വജ്ഞാനികൾ അതിനെ വിളിച്ചുകൊണ്ടിരുന്നത് ഇതന്ത അഹന്ത. ഇതന്ത എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ദിസ്, അഹന്ത എന്ന് പറഞ്ഞാൽ ഹൂ ആം ഐ എന്നതിന്റെ ഉത്തരമാണ്. ഈ 2 തരം ബോധം, ഐ ആൻഡ് അതർ, ഞാനും ഞാനല്ലാത്തതും. ഇങ്ങനെയാണ് സാധാരണ നമ്മൾ ലോകത്തെ കാണുന്നത്. ഞാനല്ലാത്തതും എന്തൊക്കെയാണ്? വ്യക്തികൾ, ജീവിതത്തിൽ എന്തൊക്കെയുള്ള വ്യക്തികളുണ്ട്, വസ്തുക്കളുണ്ട്, ജീവിത സാഹചര്യങ്ങളുണ്ട്. ഇതൊക്കെയാണ് പുറമേ ഉള്ളത്. ഉള്ളിലുള്ളത് എന്താണ്? നമ്മുടെ മനസ്സ്, ബുദ്ധി, ഓർമ്മ, അഹംബോധം അല്ലെ സ്വത്വം. ഇതൊക്കെയാണ് ഉള്ളിലുള്ളത് അല്ലെ. ഈ പുറമേ ഉള്ള ലോകത്തിന് നമ്മൾ വ്യക്തി, വസ്തു, പരിസ്ഥിതികൾ. ഉള്ളിലുള്ള ലോകത്തില് അന്ധക്കരണം എന്ന് പറയാം, ഇന്റേണൽ ഇൻസ്ട്രുമെന്റ്സ്. എന്തൊക്കെയാണ് ഇന്റേണൽ ഇൻസ്ട്രുമെന്റ്സ്? ഒന്ന്, മനസ്സാണ്. മനസ്സെന്ന് പറഞ്ഞാൽ നമ്മുടെ, ഇപ്പൊ ഞാൻ ഈ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ചെവി കൊണ്ട് കേൾക്കുന്നുണ്ട്, പക്ഷെ നിങ്ങളിൽ അത് സംസാരിക്കുന്ന കാര്യങ്ങൾ എത്തുന്നത് ചെവി കൊണ്ട് മാത്രമല്ല, മനസ്സ് അവിടെ എത്തുമ്പോഴാണ്. മനസ്സെന്നൊരു സാധനമാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് ഗ്രഹിപ്പിക്കുന്നതും ശ്രദ്ധ കൊടുക്കുന്നതുമായ ഒരു സാധനം. ലൂസായിട്ട് നമ്മൾ മനസ്സെന്ന് പറയുക അന്ധകരണത്തിനല്ല, പക്ഷെ മനസ്സിൽ അല്ലാതെ അല്പം വ്യത്യസ്തമായ ഒരു ഫാക്കൽറ്റിയാണ് ബുദ്ധി എന്ന് പറയും. ഇപ്പൊ ഞാൻ പറയുന്നു അന്ധകരണമുണ്ട് എന്ന് പറയുമ്പോൾ അന്ധകരണം അത് ഞാൻ കേട്ടിട്ടില്ലോ എന്നൊരാൾ ചിന്തിക്കാം. വേറെ ചിന്തിക്കാം, അതെനിക്കറിയാവുന്ന അറിയാം, ശരിയാണ്. അപ്പൊ ഈ ശരിയാണ് അല്ലെങ്കിൽ ശരിയാണോ, സംശയമാണ്, തെറ്റാണ് എന്നൊക്കെ ഉള്ള ജഡ്ജ്മെന്റ് നടക്കുന്ന ഫാക്കൽറ്റിക്കാണ് ഇന്റലക്ട് എന്ന് പറയുന്നത്, ബുദ്ധി. അപ്പൊ മനസ്സ്, ബുദ്ധി അല്പം വ്യത്യസ്തമായ ഫാക്കൽറ്റിയാണ്. പിന്നെ ഒന്നാണ് ചിത്തം അല്ലെങ്കിൽ ഓർമ്മ എന്ന് പറയുന്നത്. ഇതുവരെയുള്ള ജീവിതാനുഭവങ്ങളുടെ ഒരു ഭണ്ഡാരം ചുമന്ന് നമ്മൾ നടക്കുന്നത്. അതാണ് പല വ്യക്തികളും പലതരത്തിൽ കണ്ടീഷൻ ഉണ്ടാക്കുന്നത്. വിശ്വാസങ്ങൾ, ധാരണകൾ, അനുഭവങ്ങൾ. കുട്ടിക്കാലത്ത് അച്ഛൻ വളരെ ക്രൂരമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ ആ ക്രൂരതയെ കുറിച്ചുള്ള എക്സ്പീരിയൻസിന്റെ റിയാക്ഷൻസ് എവിടെയോ ബോധത്തിലോ അബോധത്തിലും കിടപ്പുണ്ട്. അപ്പം അതെല്ലാം കൂടി ചേർന്നാണ് നമ്മുടെ മെമ്മറി. അത് നമ്മുടെ എക്സിസ്റ്റൻസിന്റെ ഒരു ലെവലാണ്. പിന്നെ ഒന്നാണ് ഞാൻ ആരാണെന്നുള്ള സ്വന്തം ധാരണകൾ. ശരിക്കും മനുഷ്യന് 7 തലങ്ങളാണുള്ളത് എക്സിസ്റ്റൻസിന്. 7 ലെവൽസ് ഓഫ് എക്സിസ്റ്റൻസ്. ഇതൊക്കെയാണ്. ഒന്ന്, നമുക്ക് ഗ്രോസ്, നമ്മുടെ ശരീരത്തിനെ സ്ഥൂലമായിട്ട് ശരീരം കഴിഞ്ഞാൽ അല്പം കൂടി സൂക്ഷ്മമായിട്ടുള്ള തലത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ഉണ്ടെങ്കിലും നമ്മുടെ ജീവൻ ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നപ്പോഴാണ് നമുക്ക് പ്രാണശക്തി വർക്ക് ചെയ്യുമ്പോൾ. അതായത് ശ്വാസവും പ്രാണനുമായിട്ട് ബന്ധമുണ്ട്. അപ്പൊ നമ്മൾ ശ്വാസം ഓടുമ്പോഴാണ് ഒരാൾ ജീവിച്ചിരിക്കുന്നത് പറയുന്നത് അല്ലെ. ഒരു ശരീരം അടുത്ത് കണ്ടു കഴിഞ്ഞാൽ ശ്വാസം ഇല്ലെങ്കിൽ നമ്മുടെ ബോഡി അവിടെ കിടക്കുന്നത്. ശ്വാസം ഉണ്ട്, ആ വ്യക്തിയുടെ പേര് പറയുക, ആളവിടെ കിടക്കുന്നത്. അത് വലിയ വ്യത്യാസമായി. അപ്പൊ അസ്തിത്വത്തിന്റെ 2ാമത്തെ തലം, എക്സിസ്റ്റൻസിന്റെ 2ാമത്തെ ലെവൽ ശ്വാസം. ശരീരം അല്പം കൂടി സൂക്ഷ്മമായി, ശ്വാസം കുറച്ചുകൂടി സൂക്ഷ്മമാണ്, മനസ്സ്. അത് എവിടെയായിരിക്കുന്നത് തിയറിറ്റിക്കായിട്ട് ആൾക്കാർ പല അഭിപ്രായം പറയുമെങ്കിൽ എവിടെ ഇരിക്കാന്ന് നമുക്കറിയത്തില്ല. എവിടെ ശ്രദ്ധ കൊടുക്കുന്നു അവിടെ മനസ്സുണ്ട്. അപ്പൊ 3ാമത്തെ വളരെ സൂക്ഷ്മമായിട്ട് സാധനമാണ് മനസ്സ്. അതാണ് നമ്മൾ കാര്യങ്ങൾ ഗ്രഹിക്കാനും ചിന്തിക്കാനും ഫീൽ ചെയ്യാനും ഒക്കെ ഉള്ള ഉപകരണം. അത് കഴിഞ്ഞ് ഒരു കുറച്ചുകൂടെ സൂക്ഷ്മമായിട്ട് തലമാണ് ഈ ജഡ്ജിങ് ഫാക്കൽറ്റി. ഇതാണ് ഇന്റലക്ട്. യെസ് എന്നോ നോ എന്നോ പറയുന്നത്. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ സൂക്ഷ്മമായ തലത്തിലാണ് നമ്മുടെ ജീവിതാനുഭവങ്ങളുടെ ഇംപ്രഷൻസ് കിടക്കുന്നത്, അല്ലെങ്കിൽ ചിത്തം അല്ലെങ്കിൽ ഓർമ്മ, മെമ്മറി എന്ന് പറയുന്നത്. ഇപ്പം ശരീരം, ശ്വാസം, മനസ്സ്,
ബുദ്ധി, ഓർമ്മ. അടുത്ത തലമാണ് വളരെ സൂക്ഷ്മമാണ്, പക്ഷെ നമ്മുടെ ശരിക്കും ജീവിതത്തിൽ കുടുക്കുന്ന സാധനമാണ്. അതാണ് അഹംബോധം. കടുകുമണിയോടെ ഉള്ളൂ, പക്ഷെ അതിന് വ്രണമേറ്റ് കഴിയുമ്പം ഇപ്പൊ ഞാൻ പെട്ടെന്ന് നമ്മുടെ പടയാട്ടിയെ വിളിച്ചിട്ട്, പടയാട്ടി നീ ഒരു കഴുതയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടയാട്ടിക്ക് ഹർട്ട് ചെയ്യും. എന്തുകൊണ്ടാണ് ഹർട്ട് ചെയ്തത്? എവിടെയാണ് ഹർട്ട് ചെയ്യുന്നത്? ശരീരത്തിലല്ല വ്രണപ്പെടുന്നത്, ചിലവര് മനസ്സിന് വ്രണപ്പെടുന്നത്. മനസ്സ് എന്തിനോ വ്രണപ്പെട്ടപ്പോൾ മനസ്സിന് വേണ്ടി വികാരം ഉണ്ടായി. എന്തിനാണ് വ്രണപ്പെട്ടത്? ഞാനൊരു കഴുതയല്ല എന്നാണ് പടയാട്ടി വിശ്വസിക്കുന്നത്. അപ്പൊ അങ്ങനെ ഞാനൊരു ബുദ്ധിമാനായ മനുഷ്യനാണ്, എന്നെ ഇങ്ങനെ വിളിച്ചത് എനിക്ക് ചേരുന്നില്ല, ഒരു കോൺഫ്ലിക്റ്റ് ആയി അല്ലേ? അപ്പം അഹംബോധം എന്ന് പറയുന്നത് നമ്മുടെ സൂക്ഷ്മമായ ലെവലിലുള്ള ഒരു എക്സിസ്റ്റൻസിന്റെ അസ്തിത്വത്തിന്റെ തലമാണ്. അപ്പൊ എന്തൊക്കെയാണ്? ശരീരം, ശ്വാസം, മനസ്സ്, ബുദ്ധി, ഓർമ്മ, അഹംബോധം. 6 പറഞ്ഞു. 7 ഞാൻ പറഞ്ഞു. ഈ 6 കഴിഞ്ഞ് 7ാമത്തെ തലം എന്താന്ന് നോക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഓരോ തലങ്ങളെ അറിയുന്ന ഒരു ബോധത്തേക്ക് വരണം. അതായത് ശരീരത്തെ കുറിച്ച് ബോധം, ധ്യാനത്തിലൊക്കെ ഇരിക്കുമ്പോഴോ യോഗയിലൊക്കെ ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ എക്സസൈസ് ഒക്കെ ചെയ്യുന്നവർക്ക് ശരീരത്തെ കുറിച്ച് ബോധമുണ്ടാവും. അല്ലെങ്കിൽ ഡാൻസ് ചെയ്യുന്നവർക്ക് ശരീരത്തെ കുറിച്ച് കൂടുതൽ ബോധം ഉണ്ടാവും. കാലിസ്തനിക്സ് എന്ന് പറയും. കുറച്ചുകൂടെ ശ്രദ്ധയോടെ നമ്മൾ ഉറങ്ങാനൊക്കെ ഇരിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ഇങ്ങനെ മുഷിഞ്ഞൊക്കെ ഇരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ശ്വാസത്തെക്കുറിച്ചും, അല്ലെങ്കിൽ നമ്മൾ ക്ഷീണിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ നല്ല എനർജിയിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഊർജ്ജത്തെക്കുറിച്ച് ബോധം ഉണ്ടാകും. ശ്വാസത്തിന് തലമായി. പിന്നെ ചില സ്കൂൾ കുട്ടികളോടൊക്കെ ചിലപ്പോൾ യോഗയുടെ ക്ലാസ് എടുക്കുമ്പോൾ ചോദിക്കാറുണ്ട്, അങ്ങനെ മനസ്സിനെ നിരീക്ഷിക്കാൻ പറഞ്ഞാൽ അവർക്ക് ആ കൺഫ്യൂഷൻ. മനസ്സെന്നൊരു സാധനം അവർക്ക് ജീവിതത്തിൽ അറിഞ്ഞേ കൂടെ ഉണ്ടെന്ന്. സ്വന്തം മനസ്സെന്നൊരു സാധനത്തെ അവരൊരിക്കലും നിരീക്ഷിച്ചേ ഇല്ലാത്തവരുണ്ട്. അപ്പം എന്റെ മനസ്സ് പിടക്കുന്നു, എന്റെ മനസ്സ് ദുഃഖിതമാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിനെ എവിടെയൊക്കെയോ അറിയുന്നുണ്ട്. ശരിയായ മനസ്സിനെ നിരീക്ഷിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ എഡ്യൂക്കേഷനാണ്. സ്കൂളിലും കോളേജിലും കിട്ടുന്നതിന് പോലെയല്ല, വേറെ തരം വിദ്യാഭ്യാസമാണ്. ഇപ്പം ശരീരം, ശ്വാസം, മനസ്സിലേക്ക് നമുക്ക് ബോധം ഉണ്ടാകാം. ബുദ്ധിയെ കുറിച്ച് നമ്മളിപ്പം പറഞ്ഞ് ബുദ്ധി ജഡ്ജ് ചെയ്യുന്ന നമ്മുടെ സ്വന്തം മുൻവിധികളും ജഡ്ജ്മെന്റും ഒക്കെ നിരീക്ഷിക്കാൻ അറിയാവുമ്പോൾ നമുക്ക് ബുദ്ധിയെക്കുറിച്ച് ബോധം ഉണ്ടാകും. പിന്നെ നമ്മുടെ ഓർമ്മകൾ തൂങ്ങിക്കിടക്കുകയാണ് എന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ ട്രൗമ, നമ്മുടെ എക്സ്പീരിയൻസിന്റെ ഇംപ്രഷൻസ്, ആ ബോധം വരുമ്പോൾ ഓർമ്മയെക്കുറിച്ച് ആ ബോധം ഉണ്ടാകും. സാധാരണയായിട്ട് നമ്മൾ നമ്മുടെ അഹംബോധത്തെ കുറിച്ച് അറിയാറില്ല. മറ്റുള്ളവരുടെ അഹംബോധം നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാം. ഒരാൾ പൊങ്ങച്ചം പറയുകയോ വലിയ നാണിച്ച് നിൽക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പറയാം, ഓ അയാളുടെ അഹംബോധം പ്രവർത്തിക്കും. നമ്മുടെ സ്വന്തം അഹംബോധത്തിൽ പെടുമ്പോൾ അതൊരു യഥാർത്ഥം പോലെ നമ്മൾ പെരുമാറുന്നു. അതൊരു അഹംബോധമായിട്ട് നമ്മൾ കരുതുന്നില്ല. പക്ഷേ നമ്മുടെ അഹംബോധത്തെ കുറിച്ച് നമുക്ക് അനുഭവവേദ്യമാക്കാൻ പറ്റും, നല്ലവണ്ണം നിരീക്ഷിക്കാൻ പറ്റും. അപ്പൊ ഈ 6 തലങ്ങളിൽ നിരീക്ഷിക്കുന്ന ആരാണോ അതാണ് സെൽഫ്, അല്ലെങ്കിൽ ഞാൻ എന്നുള്ളതിന്, അല്ലെ സെൽഫ് എന്നുള്ളതിന് സംസ്കൃതത്തിൽ ആത്മാവെന്ന് പറയുന്നതേ ഉള്ളൂ. അപ്പൊ ആത്മാവെന്ന് പറഞ്ഞാൽ ഉടനെ സിനിമാ കഥകളൊക്കെ വരുന്ന ഭൂതപ്രേതങ്ങളുടെ അതൊന്നും കൊണ്ടുവരേണ്ട കാര്യമില്ല. ഇവിടെ നമ്മൾ വളരെ യുക്തമായ നമ്മുടെ സ്വന്തം അവനവനെ കുറിച്ച്, എക്സിസ്റ്റൻസിനെ കുറിച്ച് ബോധമുള്ള ആ ബോധത്തെ കുറിച്ച് മാത്രം പറയുന്നു. പക്ഷെ പലപ്പോഴും നമ്മൾ മനസ്സും ആയിട്ട് ഐഡന്റിഫൈ ചെയ്ത് പോകും, അല്ലെങ്കിൽ ഓർമ്മയായിട്ട് ഐഡന്റിഫൈ ചെയ്യും. നമ്മുടെ തന്മയഭവിക്ക് ഐഡന്റിഫൈ ചെയ്യും. ഞാൻ എന്റെ വികാരങ്ങളാണ്, ഞാൻ എന്റെ ചിന്തകളാണ് എന്ന് അറിയാതൊരു ധാരണയിലാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോഴീ ആത്മാവാണെന്നുള്ള ബോധം ഉണ്ടാവില്ല. ഞാൻ ഈ പറയുന്നത് ഇപ്പോൾ വെറും ഇങ്ങനെ കൺസെപ്റ്റുവൽ ലെവലിൽ തോന്നാം. കുറച്ചുകൂടെ കഴിയുമ്പോൾ നമുക്ക് അതിനെ കൂടുതൽ ഡീപ്പായിട്ട് പോകാം. പ്രായോഗിക ജീവിതത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചില മനുഷ്യര് കണ്ടിട്ടുണ്ടോ, കുറച്ച് ജിമ്മിലൊക്കെ പോയി നല്ല ഫിഗറൊക്കെ ശരിയായി, പിന്നെ ഒരു ടൈറ്റ് ടീഷർട്ടൊക്കെ ഇട്ട്, ഇന്നത്തെ കാലത്ത് അങ്ങനെയുള്ള അധികം ഇല്ല, പണ്ടൊക്കെ ഉണ്ടായിരുന്നു, ഫുട്ബോൾ കളിക്കാനൊക്കെ പോകുമ്പോഴത്തെ അവർക്ക് അവരുടെ മസിലൊക്കെ ആയിട്ട് നടക്കുന്നതിൽ ഒരു പ്രത്യേക സുഖമുണ്ട്. ഇപ്പം കൂട്ടുകാരൻ കണ്ടിട്ട് ഒഴിഞ്ഞു നല്ല ഷേപ്പാണല്ലോ നിനക്ക് ഇപ്പോഴും എന്ന് പറഞ്ഞാൽ ഭയങ്കര അഭിമാനം തോന്നും. കാരണം ഞാൻ എന്റെ ശരീരമാണ് എന്നൊരു ധാരണയിലാണ് അദ്ദേഹം അപ്പോൾ നിൽക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ 7 തലങ്ങളിൽ ഓരോന്നുമായിട്ട് നമുക്ക് ഐഡന്റിഫിക്കേഷൻ ഉണ്ട്. കുറച്ചുകൂടെ സൂക്ഷ്മമായിട്ട് പോയി കഴിഞ്ഞാൽ ചിലർ പറയും, ഓ എനിക്ക് നല്ല പാട്ട് പാടാൻ കഴിയും, എനിക്ക് നല്ല സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയും എന്നൊക്കെ ഒരാൾ ധരിക്കുമ്പോൾ, അല്ലെ എന്റെ മനസ്സ് സുന്ദരമായ മനസ്സ്, അല്ലെ എന്റെ മനസ്സ് ഭയങ്കര മടുപ്പിക്കുന്നതാണ് എന്നൊക്കെ ഒരാൾ പറയുമ്പോൾ അയാൾ അതിന്റെ മനസ്സുമായിട്ട് ഐഡന്റിഫൈ ചെയ്യും. പിന്നെ ചിലര് നമുക്കറിയാം ബുദ്ധിജീവികൾ എന്നാണ് സ്വയം ധരിച്ചിരിക്കുന്നത്. വലിയ തർക്കങ്ങൾ, വിഷയങ്ങളെ കുറിച്ചുള്ള വിശകലനങ്ങൾ, അഭിപ്രായങ്ങൾ, ഇതിലൊക്കെ മുഴുകി അതിൽ അഭിരമിക്കുന്നവരുണ്ട്. സ്വയം ഞാൻ എന്റെ ഇന്റലക്റ്റ് ആണെന്ന് ധരിക്കുന്നു. പിന്നെ ചിലരുണ്ട്, ഒരു റിട്ടയർഡ് മിലിറ്ററിക്കാരനോട് പോയിട്ട് അവർ പട്ടാളത്തിന് അനുഭവം ചോദിച്ചു നോക്കി, ഞാൻ എന്റെ ഓർമ്മയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളെ കാണാൻ പറ്റും അല്ലെ? സാധാരണയായിട്ട് അല്ലാത്തവരുണ്ട്. അവരവരുടെ ഓർമ്മകളിലാണ് ജീവിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ദുഃഖപുത്രി ക്യാരക്ടർ
ചിലരുള്ളത് എനിക്ക് ദുഃഖമാണ്, പ്രശ്നമാണ്, അന്ന് അങ്ങനെ ചെയ്ത് ഇങ്ങനെ സംഭവിച്ചു. അപ്പൊ അവരവരുടെ ഓർമ്മകൾ ജീവിക്കുന്നവരാണ്. പിന്നെ ചിലർക്ക് അഹങ്കാരത്തിൽ ജീവിക്കുന്നവരുണ്ട്. അത് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാം. ഭയങ്കര പൊങ്ങച്ചൊക്കെ ഉള്ളവരാണെങ്കിൽ. പക്ഷെ ഭയങ്കര ഷൈ ആയിട്ടുള്ളവർ നമ്മൾ അഹങ്കാരികളായിട്ട് കരുതാറില്ല. അതും അഹങ്കാരം തന്നെയാണ്. എപ്പോഴാണോ നമ്മൾ നാച്ചുറൽ അല്ലാത്ത, സ്വാഭാവികമല്ലാത്ത അഹങ്കാരം തന്നെയാണ്. അപ്പൊ ഇങ്ങനെ ഓരോ ഐഡന്റിഫിക്കേഷൻസ് ആയിട്ട് നമ്മളെല്ലാവർക്കും ചെറിയ തോതിൽ ഇതെല്ലാം ഉണ്ട്. ഞാൻ എന്റെ വസ്ത്രമാണെന്ന് ആരെങ്കിലും ഐഡന്റിഫൈ ചെയ്യാറുണ്ടോ? സാധാരണഗതിയില്ല. പക്ഷെ പുതിയൊരു സാരി കൊടുത്തു കഴിയുമ്പോൾ, അല്ലെങ്കിൽ പുതിയൊരു ഡ്രസ്സൊക്കെ ഇട്ട് കഴിയുമ്പോൾ, പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും കുറച്ച് നേരത്തേക്ക് അതിന്റെ ഒരു പ്രൈഡ് ഫീൽ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ പുതിയ ആഭരണങ്ങൾ ഇട്ടു. അപ്പൊ എവിടെയോ അങ്ങനെ ഐഡന്റിഫിക്കേഷൻ പലതുമായിട്ട് നമുക്ക് വരും. ഈ 7 തലങ്ങളിൽ 6 തലങ്ങളിൽ ഐഡന്റിഫൈഡ് ആയിട്ട് നടക്കാം. 7ാമത്തെ തലം നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യേണ്ട കാര്യമില്ല. 7ാമത്തെ തലത്തെ ഐഡന്റിഫൈ ചെയ്യാൻ ഇടയാകുകയാണെങ്കിൽ നമ്മൾ വളരെ സെന്റേഡ് ആയിരിക്കും, ഹാപ്പി ആയിരിക്കും, വ്യക്തത ഉണ്ടാവും ജീവിതത്തിൽ. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതെല്ലാം കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കാം. നിങ്ങളുടെ ഇവിടെ മൂക്കിന്റെ താഴെ നിന്ന് പിടിച്ചു നോക്കുക. നിങ്ങളുടെ ഏത് നാസാദ്വാരത്തിൽ, ഏത് നോസ്ട്രിൽ നിന്നാണ് ശ്വാസം വരികയും പോവുകയും ചെയ്തു. മിക്കവർക്കും നിങ്ങളുടെ വലത്തെ മൂക്കിൽ നിന്നായിരിക്കും ഇപ്പോൾ ശ്വാസം കൂടെ പെർമനന്റ് ആയിരിക്കുന്നത്. എന്ന് പറയാം ആർക്കൊക്കെ അങ്ങനെ തോന്നിയെന്ന്. റൈറ്റ് നോസ്ട്രിൽ. When you check your breath, you feel more prominent breathing is from the right nostril. കാറ്റ് വരുന്ന വലതുവശത്ത് നിന്നാണ് തോന്നുന്നുണ്ടോ? രണ്ടിലുണ്ട്, പക്ഷെ റൈറ്റ് ആണ് കൂടുതൽ. റൈറ്റ് ആണ് കൂടുതൽ. ഓക്കെ. എത്ര പേർക്ക് റൈറ്റ് കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ട്? എനിക്ക് ലെഫ്റ്റാ. ഓക്കെ. അതാരാണ് പറഞ്ഞത്? സോമനാഥ്. സോമനാഥ്. ഓക്കെ ഓക്കെ. എനിക്ക് ലെഫ്റ്റാ. ഓക്കെ. എന്തോ എനിക്ക് ലെഫ്റ്റാണ്. ഓക്കെ. നമ്മള് കുറച്ചുകൂടെ കഴിഞ്ഞ് വീണ്ടും പരിശോധിക്കാം. ഓക്കെ. നമ്മുടെ 7 തലങ്ങളില് ഉള്ള ശുദ്ധത അല്ലെ അതിന്റെ ക്ലെൻലിനെസ് നമ്മളെ ബാധിക്കും. ശരീര തലത്താണെങ്കിൽ നമ്മൾ വാതക പിത്ത കഫം എന്നൊക്കെ പറയും. ശരിക്കും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശരീരം ഉണ്ടാക്കിക്കുന്നത് കൊണ്ടാണ് കുഴിയിൽ നിന്ന് പൂഴിയിലേക്ക് പോകുന്ന ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? പഞ്ചഭൂതങ്ങൾ. ആഹാരം. അതെ, ആഹാരം. നമ്മള് വർഷങ്ങളോളം ടെൻ കണക്കിന് ഭക്ഷണം വായിക്കൂടെ കടന്നു പോയിട്ടുണ്ട്. അതാണ് ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ആഹാരം ഉണ്ടായിരുന്നത് എവിടെ നിന്നാണ്? സൂര്യപ്രകാശത്തിൽ നിന്നും, ജലത്തിൽ നിന്നും, കാർബൺ ഡയോക്സൈഡിൽ നിന്നും ആണ് നല്ലൊരു പങ്ക് ആഹാരം ഉണ്ടാക്കുന്നത്. പിന്നെ കുറച്ച് നൈട്രജനും ഒക്കെ ഇടിമഞ്ഞിലൂടെ മഴവെള്ളത്തിൽ കൂടെ മണ്ണിൽ വന്നു, മണ്ണിലുള്ള സസ്യങ്ങളിൽ വന്നു. നമ്മൾ കഴിക്കുന്ന സസ്യവും മാംസമൊക്കെ ആണെങ്കിലും അതിന്റെ ഒറിജിനൽ സോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ജലവും വായുവും, വായു പറഞ്ഞാൽ കാർബൺ ഡയോക്സൈഡ്, നൈട്രജൻ ഒക്കെ, ഓക്സിജൻ, പിന്നെ സൂര്യപ്രകാശം അല്ലെങ്കിൽ ഊർജം, പിന്നെ ചില ധാതുക്കൾ, മിനറൽസ് ഒക്കെ, എർത്ത്, ഇതെല്ലാം കൂടെ. അതുകൊണ്ടാണ് പഞ്ചഭൂതം എന്ന് പറഞ്ഞത്. പഞ്ചഭൂതങ്ങൾ ചേർന്നിട്ടാണ് ശരീരം ഉണ്ടായത്. 5ാമത്തെ എലമെന്റ് വരുന്നത് സ്പേസ് ആണ്. സ്പേസ് ഇല്ലെങ്കിൽ നമ്മുടെ ശ്വാസകോശം അനുസരിച്ച് ആ ശ്വാസകോശത്തിനകത്ത് സ്പേസ് ഉള്ളതുകൊണ്ടാണ് ശ്വാസകോശം വർക്ക് ചെയ്യുന്നത്. ആമാശയത്തിൽ സ്പേസ് ഉള്ളതുകൊണ്ടാണ് ആമാശയം വർക്ക് ചെയ്യുന്നത്. അപ്പൊ സ്പേസ് കൊണ്ട് ഈ 5 എലമെന്റ്സ് കൊണ്ട് ഉണ്ടാക്കിയ ശരീരത്തിലെ ചില എലമെന്റൽ ഫംഗ്ഷൻ കുറച്ച് ഡോമിനേറ്റ് ചെയ്യുന്നതാണ് വാദം, പിത്തം, കഫം എന്ന് പറയുന്നത്. അത് കൂടെ വിശദമായിട്ട് പിന്നീട് പഠിച്ചോളൂ. വാദം എന്ന് പറഞ്ഞാൽ എയർ എലമെന്റും സ്പേസും ഡോമിനേറ്റ് ചെയ്യുമ്പോഴാണ്. വാദപ്രതിക്കാരനെ കൂടെ ഞരമ്പിന്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ സന്ധിയുടെ പ്രശ്നം, ജോയിന്റ്സിന്റെ പ്രശ്നങ്ങളോ ഉള്ളതായിരിക്കും. കൂടെ ടോക്കേറ്റീവ് ആയിരിക്കും, ഭയങ്കര ഡൈനാമിക് ആയിരിക്കും മൂവ്മെന്റിലൊക്കെ. കുറച്ച് ആഹാരം കഴിച്ചാൽ വയറ് നിറയും. വിശപ്പ് അധികം ഇല്ലാത്തവരായി. വിശപ്പുണ്ടാവും ശക്തമായിട്ട്, പക്ഷെ പെട്ടെന്ന് വിശപ്പ് തീരും. അങ്ങനെ അല്ല ഏതെങ്കിലും പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ അവർ കൂടുതൽ ഭയത്തിലേക്ക് പോകാനാണ് സാധ്യത. പിത്തപ്പതക്കാരഞ്ഞ അഗ്നി കൂടുതൽ, അഗ്നിയും ജലതത്വവും കൂടുതലുള്ളവരാണ്. ഏതെങ്കിലും പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ കോപിക്കുക അവർ ചെയ്യുന്നത്, പ്രതികരിക്കുന്നത്. കഫബോധക്കാരെന്ന് പറഞ്ഞാൽ പൊതുവെ കൂൾ ഹെഡഡ് ആയിരിക്കും. അവർക്ക് ഭാരം കൂടുന്ന പ്രശ്നമായിരിക്കും. എപ്പോഴും ഭാരം കുറയ്ക്കാൻ വലിയ പാടാണ്. ശകല ആഹാരം കഴിച്ചാൽ മതി വണ്ണം വെക്കും. അവർക്ക് ഭൂമി തത്വവും ജലതത്വവും കൂടുതലാണ്. അവര് പ്രതികൂല സാഹചര്യങ്ങൾ വന്നാൽ സാധാരണയായിട്ട് അവര് പ്രതികരിക്കുന്നത് ഒരു എസ്കേപ്പിസ്റ്റ് രീതിയിലായിരിക്കും. അതായത് സംഭവത്തിൽ ആരുടെയെങ്കിലും തലയിടുവോ ഒരു ഡക്കിംഗ് ബാക്ക്. ഏതായാലും നമ്മുടെ സൈക്കോളജിക്കൽ ആസ്പെക്റ്റും ഫിസിക്കൽ ആസ്പെക്റ്റും കുറച്ചൊക്കെ നമ്മുടെ ശരീര നിർമ്മിതി അനുസരിച്ചാണ്, ശരീരപ്രകൃതി അനുസരിച്ചാണ്. അപ്പം നമ്മുടെ 7 തലത്തിലെ ആദ്യത്തെ തലത്തെ കുറിച്ച് പറഞ്ഞു, ശരീരത്തെ കുറിച്ച്. പിന്നെയുള്ള ശ്വാസത്തിന്റെ
നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നമ്മുടെ മൂഡ്സിനെയും എനർജിയെയും സ്വാധീനിക്കുന്ന സാധനമാണ് ശ്വാസം. ആർട്ട് ഓഫ് ലിവിങ്ങിന്റെ കോഴ്സുകളിലൊക്കെ ശ്വാസത്തിന്റെ ടെക്നിക്കുകൾ വളരെയധികം ഉപയോഗിക്കുന്നുണ്ട് മനുഷ്യനെ എനർജൈസ് ചെയ്യാൻ. 3 കാര്യങ്ങളാണ്. ഒന്ന്, നമുക്ക് എനർജി കൂട്ടാനായിട്ട് ശ്വാസം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ആരോഗ്യത്തോടെ നടക്കും, ഉഷാറായിട്ട് നടക്കും, പ്രതിസന്ധികൾ തരണം ചെയ്യാനുള്ള പ്രസൻസ് ഉണ്ടാകും, ധ്യാനത്തിലൊക്കെ ഇരിക്കുമ്പോൾ ധ്യാനം ഭംഗിയായി നടക്കും, ശരീരത്തിന് ഡീറ്റോക്സിഫിക്കേഷൻ കൂടുതൽ നടക്കും, എനർജി കൂടെ ഉള്ള വ്യക്തി കൂടുതൽ ഹാപ്പി ആയിരിക്കും. എനർജി കുറയുമ്പോഴാണ് മനുഷ്യൻ സൂയിസൈഡിനൊക്കെ പോകുന്നത്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്ന് പറഞ്ഞാലും അയാളുടെ എനർജി ലെവൽ വളരെ ലോ ആയിരിക്കുമ്പോഴാണ്, അയാൾ ശ്രങ്കൺ ആയിരിക്കുമ്പോഴാണ്, അതിന്റെ പ്രാണശക്തി വളരെ ചുരുങ്ങിയിരിക്കുമ്പോഴാണ് ആൾക്കാർക്ക് സൂയിസൈഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോഴ് ഈ എനർജി ലെവൽ കൂട്ടാനുള്ള ഏറ്റവും ഈസി ശ്വാസമാണ്. അതിന്റെ കൂടെ വിശദമായി പറയുന്നത് നമ്മൾ കോഴ്സുകളിലൊക്കെ ചെയ്യാറുണ്ട്. മനസ്സിനെ കൺട്രോൾ ചെയ്യുന്നതിനും അത് നാളെ കൂടെ വിശദമായിട്ട് പഠിക്കാം. നമുക്ക് ഹാപ്പിനെസിനെ കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ ഏറ്റവും പ്രധാനമായിട്ടുള്ള ടൂളാണ് ഈ ശ്വാസം വഴി എനർജൈസ് ചെയ്യുക എന്നുള്ളത്. സോ എനർജൈസ് യുവർ മൈൻഡ് സച്ച് ദാറ്റ് നത്തിങ് ക്യാൻ ഷേക്ക് യു. ഇതാണ് യോഗയുടെ ഒരു ടെക്നിക്ക്. പിന്നെ മനസ്സിന്റെ ഇതാണ് ശരീരം ശ്വാസത്തൊക്കെ നമ്മൾ പറഞ്ഞു. മനസ്സിന്റെ ചില സവിശേഷതകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മള് ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് ഉറങ്ങണമെന്ന് വിചാരിച്ച് ഇപ്പൊ നാളെ രാവിലെ എനിക്ക് 4 മണിക്ക് ട്രെയിൻ കിട്ടാണ് എന്നും ഞാൻ 5 മണിക്ക് എഴുന്നേക്കുന്ന ആളാണ്. എനിക്ക് നാളെ 3 മണിക്ക് എഴുന്നേക്കും. ഇപ്പൊ നേരത്തെ കടന്നു ഉറക്കം വരുന്നില്ല. ഉറങ്ങണം എന്ന് നിർബന്ധം വെച്ച് ഉറക്കം വരുമോ? ഇല്ല. എപ്പോഴാണോ നമ്മള് എന്ത് കാലത്താണോ നമ്മൾ ബലം പ്രയോഗിക്കുന്നത്, സമ്മർദ്ദങ്ങൾ ചെലുത്തുന്നത്, അതിന് നേരെ വിപരീതമായിട്ടാണ് മനസ്സിൽ പ്രതികരിക്കുന്നത്. ചില കുട്ടികളില്ലേ നമ്മളോട്, മോനെ ഒന്ന് കുറച്ച് നേരത്തെ ഉണ്ടായിരിക്കുന്നു, ഞാൻ കൂടുതൽ ഉച്ചത്തിൽ വർത്താനും അല്ലേ? ഇതുപോലെയാണ് മനസ്സ്. സോ വാട്ട് എവർ യു റെസിസ്റ്റ് ഇറ്റ് വിൽ പെർസിസ്റ്റ്. നിങ്ങൾ എതിനെ എതിർക്കുന്നു അത് കൂടുതൽ ശക്തിയോടെ തുടരും. ഇതാണ് മനസ്സിന്റെ പ്രത്യേകത. അതുകൊണ്ട് മനസ്സിനെ മനസ്സുകൊണ്ട് നിയന്ത്രിക്കാൻ ആർക്കും സാധ്യമല്ല. ഇത് 10-60 കൊല്ലം ഇങ്ങനെ ആയി കഴിഞ്ഞാലും പിന്നെ നമ്മൾ മനസ്സുകൊണ്ട് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും. മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പാടാണെന്നല്ല, മനസ്സിന്റെ തലം കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പൊ പിന്നെ ഈ നിയന്ത്രണം ഉള്ളവരെന്നൊക്കെ പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? അത് ഈ പറഞ്ഞ മറ്റ് ടെക്നിക്കുകൾ വഴി മനസ്സിനെ നിയന്ത്രിക്കുന്ന ശ്വാസ പ്രക്രിയ വഴിയോ ധ്യാനമൊക്കെ വഴിയോ മനസ്സിനെ വശത്താക്കിയതിന് ശേഷമാണ് അവർ ജീവിതത്തെ ഫേസ് ചെയ്യുന്നത്. അതാണ് അതിന്റെ രഹസ്യം. നമ്മൾ ആഹാരം കഴിക്കണമെങ്കിലോ തൂമ്പ എടുത്ത് കളക്കണമെങ്കിലോ ഒക്കെ എഫോർട്ട് വേണം. ആഹാരം കഴിക്കണമെങ്കിൽ കൈ കൊണ്ട് ഉരുട്ടി വായ വരെയെങ്കിലും കൊണ്ട് ആവശ്യമില്ല. പക്ഷേ മനസ്സുകൊണ്ട് എന്തെങ്കിലും നേടണമെങ്കിൽ അവിടെ എഫോർട്ടല്ല, എഫോർട്ട്ലെസ് ആണ് അതിനുള്ള ശക്തി തരുന്നത്. ഇതാണ് നല്ലൊരു സബ്ജക്ട്. നമ്മളെല്ലാം നല്ലോണം പഠിച്ചിട്ടുള്ളവരാണ്. പഠനത്തൊക്കെ ഇരിച്ചു കഴിഞ്ഞാൽ ആ വിഷയത്തിൽ താല്പര്യം ഉണ്ടാവും, അതിലേക്ക് ശ്രദ്ധ ഉണ്ടാവുക ഒക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് പഠിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് പഠിക്കണം എന്ന് ചോദിച്ച് ശ്രമിച്ചാൽ പഠനം ഉണ്ടാവില്ല. അപ്പം എഫോർട്ട്ലെസ്നെസ് ആണ് മനസ്സിലേക്കുള്ള താക്കോൽ. മനസ്സിന്റെ വേറെ പ്രത്യേകത ടാഞ്ചിബിൾ അല്ലെന്നുള്ള. എനിക്ക് എന്റെ കൈ ഉയർത്തണം എന്ന് ആഗ്രഹിച്ച ആ നിമിഷം കൈ ഉയർത്താം. പക്ഷെ എന്റെ മനസ്സൊന്ന് ഉയർത്തണം എന്ന് ആഗ്രഹിച്ചാൽ ഉടനെ ഉയർന്നെന്ന് വരില്ല. കൺട്രോളബിൾ അല്ല. വേറെ സവിശേഷത മനസ്സിന്റെ എന്ന് പറഞ്ഞാൽ, മനസ്സിന്റെ അല്ലാതെ ഓർമ്മയുടെ സവിശേഷതയാണ് ക്ലിങ്ങിങ് ടു ദ നെഗറ്റീവ്. നമ്മൾ സാധാരണ ജീവിതാനുഭവങ്ങളില് ഇപ്പൊ ഇന്നലെ ഞാൻ പത്മകുമാരനെ കണ്ടപ്പോഴ് ഞാൻ പത്മകുമാരനെ വിളിച്ചു, നിങ്ങൾ ഇപ്പൊ ഈ പ്രായത്തിൽ നല്ല ലുക്സ് ആണല്ലോ, അത് സുന്ദരനാണല്ലോ, നിങ്ങളാണ് നല്ല പെരുമാറ്റമാണ്, ഒത്തിരി പുകഴ്ത്തി. പത്മനെ അങ്ങ് പുകഴ്ത്തി പൊക്കി വെച്ചിട്ട് ഞാൻ പറഞ്ഞു, പക്ഷെ പത്മനെ മീശ നിങ്ങളുടെ മുഖത്തിന് ചേർന്ന രീതിയിലാണ്, അന്ന് ട്രിം ചെയ്യണം എന്ന് പറഞ്ഞാൽ പത്മൻ ഓക്കെ എന്ന് പറഞ്ഞിട്ട് പോയി. 2 ദിവസം കഴിയുമ്പോൾ എന്നെ കാണുമ്പോഴേ പത്മൻ ആദ്യം ഓർക്കുന്നത് എന്താണ്? ഈ മീശയുടെ കാര്യമാണ് ഓർക്കുന്നത്, ഈ പുകഴ്ത്തി കാര്യമാണ് ഓർക്കുന്നത്. കൂടുതൽ ഓർക്കുന്നത് ഏതായിരിക്കും? എന്താണോ നമുക്ക് സുഖകരമല്ലാത്ത അനുഭവം ഉണ്ടായത് അതാണ് ഓർമ്മയിൽ കൂടുതൽ നിൽക്കുന്നത്. ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ടെൻഡൻസി നമ്മൾ ഓർമ്മയ്ക്കുള്ളത് കൊണ്ടാണ് മനുഷ്യന് കൂടുതൽ പക്വത വരുന്നവരും കൂടുതൽ ദുഃഖാത്തരായി കാണുന്നത്. അപ്പം ഈ ഓർമ്മയിൽ കിടക്കുന്ന ഇംപ്രഷൻസ് പലതും ബോധ മനസ്സിലല്ല, തള്ളി അബോധ മനസ്സിലേക്ക് തള്ളിക്കളഞ്ഞതാണ്. അതൊക്കെ അവിടെ മുദ്രണങ്ങളായി കിടക്കുകയാണ്. ഈ മുദ്രണങ്ങളാണ് ഈ ബന്ധനം എന്ന് പറയുന്നത്. പല ജന്മാന്തരങ്ങളുടെ മുദ്രണങ്ങളാണ് വാസനകൾ എന്ന് പറയുന്നത്. ഒരു കുടത്തില് നമ്മള് വെളുത്തുള്ളി വെച്ചിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം കഴിഞ്ഞാൽ വെളുത്തുള്ളി എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ആ കുടത്തിൽ അതിന്റെ വാസന നിൽക്കും. ഇതുപോലെ ഇംപ്രഷൻസ് ജീവിതാനുഭവങ്ങളുടെ നമ്മൾ കിടക്കുകയാണ്. എല്ലാം നമ്മളെ ബോധപൂർവം കൊണ്ടിട്ടതല്ല, ആ ബോധത്തിലൂടെ വന്നാണ്. അപ്പൊ അതാണ് നമ്മളെ സ്വതന്ത്രരാകാൻ
തടസ്സമാക്കുന്ന ഘടകം. ഇതാണ് നമ്മൾ ഓർമ്മയുടെ തലത്തിൽ. പിന്നെ ബുദ്ധിയുടെ തലത്തിലാണെങ്കിലോ ജഡ്ജ്മെന്റ്സ്. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഒരാൾ പറയുമ്പോൾ നമുക്ക് വലിയ താല്പര്യമായി. അറിയാൻ മേലാത്ത കാര്യം പറയുമ്പോൾ നമ്മൾ കണ്ണുടച്ച് വിഴുകണമെന്നില്ല, പക്ഷെ നമ്മൾ അതിനെ എന്തോ ശരിയല്ല, അങ്ങനെ വരില്ലല്ലോ. 7 തലങ്ങളുണ്ട് ജീവിതത്തിൽ എന്ന് പറയുമ്പോഴത്തേക്ക് അതിങ്ങനെ 7: ശരീരം, മനസ്സ്, ആത്മാവ്, 3 തലമല്ലോ. ഇങ്ങനെയൊക്കെ നമ്മുടെ ബുദ്ധി പല വ്യാഖ്യാനങ്ങൾ കൊണ്ടിരും. അപ്പൊ ബുദ്ധിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിനെ അറിയാവുന്നതിനെ സ്വീകരിക്കും, അറിയാൻ മേലാത്തതിനെ തിരസ്കരിക്കും. ഇങ്ങനൊരു പരിമിതി ബുദ്ധിക്കുണ്ട്. എന്നാൽ ബുദ്ധി കൊണ്ടാണ് നമ്മളെല്ലാം ഗ്രഹിക്കുന്നത്, ബുദ്ധി കൊണ്ട് അവരൊന്ന് സ്റ്റോർ ചെയ്യുന്നത്. അപ്പം ബുദ്ധിക്ക് ഉപയോഗമുണ്ട്. എല്ലാത്തിനും അതിന്റെ പരിമിതികളും അതിന്റെ ഉപയോഗമുണ്ട്. അഹംബോധത്തിനാണെങ്കിലോ ഒരാൾ വിചാരിക്കുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര അഹങ്കാരം കൊണ്ട് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ വേദനകൾ ഉണ്ടാകുന്നത്. നമ്മുടെ അഹങ്കാരം കൂടി നമ്മുടെ സ്നേഹിതരും ഒക്കെ അകന്നു പോകുമ്പോഴോ, അല്ലെങ്കിൽ അഹങ്കാരം കാരണം ആരെങ്കിലും നമ്മൾ ചവിട്ടി പരിഹസിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വ്രണപ്പെടുകയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ അഹംബോധം നമുക്ക് ഒരു ഭാരമാണെന്ന് നമ്മൾ തിരിച്ചറിയും. അപ്പൊ നമ്മൾ തിരുത്താനായിട്ട് നോക്കുക, എനിക്ക് ഈ അഹങ്കാരമൊക്കെ ഒന്ന് മാറ്റണം. എന്നൊരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ സംഭവിക്കും. ബലം പ്രയോഗിച്ച് മാറ്റാൻ പറ്റുമോ? ഇല്ല. അഹങ്കാരത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം പറഞ്ഞാൽ ഒന്നതിന് ഒരാൾ തിരിച്ചറിയുന്നില്ല, 2 തിരിച്ചറിയുന്ന ആൾ വേദനിക്കുന്നു. പക്ഷെ അയാൾക്ക് അതുടനെ ബലം പ്രയോഗിച്ച് മാറ്റാൻ പറ്റില്ല. പക്ഷെ തിരിച്ചറിയുന്ന ആളാണ് കൂടുതൽ ഭാഗ്യശാലി. കാരണം അയാള് അതിൽ നിന്ന് സ്വതന്ത്രനാകാൻ കൂടെ എളുപ്പമാണ്. അഹങ്കാരത്തിനുള്ള പരിഹാരം എന്താണ്? അത് നാളത്തെ സെഷനിൽ പറയാം. എന്താണ് നമുക്ക് ചെയ്യാവുന്നതെന്ന് അഹങ്കാരത്തെ വെച്ച്. പക്ഷെ ബലം പ്രയോഗിച്ചത് മാറ്റാൻ പറ്റില്ല. അഹങ്കാരം മാറുന്ന നിമിഷം നമുക്ക് അനുഭവപ്പെടുന്ന സാധനത്തിനാണ് നമ്മുടെ തനി സ്വരൂപം നമ്മൾ അനുഭവപ്പെടുന്നത്. അതാണ് ശുദ്ധമായ സ്നേഹം. ഞാൻ നീ എന്നുള്ള വേർപാട് ഇല്ലാത്ത അവസ്ഥയിൽ നമുക്ക് എപ്പോഴാണോ സ്വാതന്ത്ര്യം തോന്നുന്നത് അതിനാണ് സ്നേഹം എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ തനി സ്വരൂപം, നമ്മുടെ പ്യുവർ നേച്ചർ. നമ്മൾ 7 തലങ്ങളെ കുറിച്ച് പറഞ്ഞില്ലേ? ഇതില് ഒരു തലമാണ് മനസ്സ്. പക്ഷെ ഏറ്റവും കൂടുതൽ നമ്മളായിട്ട് മതിക്കുന്ന സാധനമാണ്. അതുകൊണ്ട് മനസ്സിനെ കുറിച്ച് ഒരു അല്പം ധാരണ ഉണ്ടാക്കാം. അതിനു മുമ്പായിട്ട് വീണ്ടും ശ്വാസം ചെക്ക് ചെയ്തു, ഒരു പരീക്ഷണമായിട്ട്. ഇടത്തെ മൂക്കാണ് വലത്തെ മൂക്കാണ് കൂടെ ശ്വാസം വരുന്നത് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇപ്പോൾ നിങ്ങൾക്ക് ഏതാണ് പ്രോമിനന്റ്? മറിയാമ്മ ഉണ്ടോ? മീറ്റിംഗ് കയറിയിട്ടുണ്ടോ? ഉണ്ട്. നമുക്കിനി ഒരു ബ്രേക്ക്, ഒരു നല്ല പാട്ട് കേൾക്കാം. മറിയാമ്മ നമ്മൾ പണ്ടുപോലെ അറിയാം, നമ്മുടെ പ്രിയപ്പെട്ട പാട്ടുകാരി. മറിയാമ്മ ഒരു പാട്ട് പാടാം, ഒരു മെലോഡീസ് ആയിട്ടുള്ള പാട്ട് പാടണേ. 4 വരി പാടിയാ മതി എന്നാ പറഞ്ഞേട്ടാ. ഇഷ്ടം പോലെ പാടിക്കോളൂ, കുറച്ച് നേരം പാടിക്കോ, ഒരു 3 മിനിറ്റ് പാടിക്കോളൂ. 4 വരി റിപ്പീറ്റ് ചെയ്താൽ മതി. ഇഷ്ടമുള്ളത് മറിയാമ്മയ്ക്ക് ഇഷ്ടം പോലെ പാട്ടുകൾ അറിയാം. തളേരട്ട കിനാക്കൾ തൻ താമര മാല വാങ്ങാൻ വിളിച്ചിട്ടും വരുന്നില്ല വിരുന്നുകാരൻ, എൻ്റെ വിരുന്നുകാരൻ. തളിരിട്ട കിനാക്കൾ തൻ താമര മാല വാങ്ങാൻ വിളിച്ചിട്ടും വരുന്നില്ല വിരുന്നുകാരൻ, എൻ്റെ വിരുന്നുകാരൻ. താങ്ക് യു മറിയാമ്മ. പാട്ട് പാടുമ്പോഴ് നമ്മുടെ ഈ ഡിസ്കഷന്റെ സ്റ്റൈലിൽ നിന്ന് കുറച്ച് മനസ്സിനൊരു മാറ്റം ഉണ്ടായിട്ടില്ലേ? ശ്രദ്ധിച്ചായിരുന്നു? ശ്വാസം ഒന്നുകൂടി ശ്രദ്ധിച്ചോളൂ. പാട്ടിൽ നിങ്ങൾ മുഴുകിയിരുന്നെങ്കിൽ ഇടത്തെ മൂക്കിലാണോ വലത്തെ മൂക്കിലാണോ ഇപ്പം ശ്വാസം പ്രോമിനന്റ് ആയി? അത് 2 ഒരുപോലായി വന്നു? ഒരുപോലായി. നേരത്തെ നിന്ന് എന്തെങ്കിലും ഷിഫ്റ്റ് ഉണ്ടോ? വലത്തെ മൂക്കിലുണ്ടായിരുന്നത് നടുക്കോട്ട് വന്നോ അത് ഇടത്തോട്ട് വരികയോ ചെയ്തു? ഒന്നാമത് മൂക്കടഞ്ഞിരിക്കുവാണ്. അപ്പൊ പിന്നെ നോക്കിയിട്ട് കാര്യമില്ല. സ്വഭാവം ശരിക്കും എന്റെ മൂക്ക് ഫുള്ള് അടഞ്ഞിരിക്കുകയാണ്.
പപ്പറ്റ്. അടഞ്ഞിട്ടുള്ളവർ സംസാരിക്കുന്നുണ്ടോ? അടഞ്ഞിട്ടില്ലാത്തവർ സംസാരിക്കുന്നില്ല. ശ്രദ്ധിച്ചായിരുന്നോ കാര്യം? എന്റെ മൂക്കാണെങ്കിൽ വളഞ്ഞിരിക്കുക. എന്തിരിക്കാൻ? വളഞ്ഞിരിക്കുക, മൂക്കാണെങ്കിൽ അകത്ത് വളഞ്ഞിരിക്കുക. വലത്തെ കൈവച്ച വലത്തെ മൂക്കിന്ന് അടുത്ത കൈവച്ച അടുത്ത മൂക്കിന്ന് വരും ശ്വാസം. ഇങ്ങനെ പഠിച്ചു നോക്കണം. രണ്ടും ഒരുപോലൊക്കെ ആയി തോന്നുന്നു. അല്ല, മൂക്കടഞ്ഞ ആള് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഓൺ കേസ്. ഓക്കെ, നമ്മള് ഈ ഇന്റലക്റ്റിന്റെ സ്വഭാവങ്ങളെ കുറിച്ച് പറഞ്ഞു വന്നത്. ഇന്റലക്റ്റിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് നമ്മള് ഡൗട്ടിങ് ദ പോസിറ്റീവ്. എന്തെങ്കിലും നമ്മള് ഒരാൾ വന്നിട്ട് പറയാണ്, നിങ്ങള് സതീശ് സഭാപതിയെ കുറിച്ച് ഒത്തിരി മോശം അഭിപ്രായം പറഞ്ഞു. എന്താണ് എനിക്ക് അങ്ങനെ പറയാൻ തോന്നുന്നത് അറിഞ്ഞൂടാ. ഇന്നലെ എന്നെ ഒത്തിരി പറഞ്ഞു സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ഉടനെ ഞാൻ പറഞ്ഞു പറയാൻ വഴിയില്ല എന്നൊക്കെ പറഞ്ഞാൽ എന്റെ മനസ്സിൽ ഒരു സംശയം തുടങ്ങി. എന്താണ് തുടങ്ങി? സംശയമല്ല, എന്റെ മനസ്സിൽ ഒരു ഫീലിംഗ് തുടങ്ങി. സതീശ് പറഞ്ഞു കാണണം എന്തായിരിക്കും എന്നൊക്കെ തുടങ്ങി. അത് ശരിയാണെന്നുള്ള അസംഷൻ എന്ന് തുടങ്ങി. വേറൊരാൾ വന്നിട്ട് പറയാണ് സതീശ് ഇത് സംഭവിച്ചിട്ടില്ലെന്ന് നിൽക്കട്ടെ. വേറൊരാൾ വന്നിട്ട് പറയാണ് സതീശ് എല്ലാ അഭിപ്രായമാണ് സഭാധിപ്പിച്ചു, എന്തുമാത്രം പുകഴ്ത്തി എന്ന് പറയുമ്പോഴേ ചെറിയ സന്തോഷമൊക്കെ തോന്നുന്നെങ്കിൽ ഒരു സംശയം. ഇത്രയും പറഞ്ഞു. ആരെങ്കിലും നിങ്ങളെ കണ്ടിട്ട് ഞാൻ അറിയുന്ന ഏറ്റവും നല്ല മനസ്സുള്ള വ്യക്തിയുള്ള ഒരാളാണ് നിങ്ങൾ എന്ന് പറഞ്ഞ ഉടനെ അത്രയൊന്നും പറയാനൊന്നുമില്ല. എന്തെങ്കിലും പോസിറ്റീവ് പറയുമ്പോൾ നമ്മൾ അതിനെ ഡൗട്ട് ചെയ്യും. നെഗറ്റീവ് ആണെങ്കിൽ വിശ്വസിക്കാൻ സാധ്യത കൂടുതലാണ്. ഈ മനസ്സിന്റെ പ്രത്യേകത ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ഒരു പ്രൊഫഷൻ ഉണ്ട്. ആരാണെന്നറിയാം? ഇന്നത്തെ ഇന്ത്യയിലെ ലോകത്ത് തന്നെ ഏറ്റവും വിജയിച്ചിരിക്കുന്ന ഒരു കൂട്ടർ. നെഗറ്റീവ് പെട്ടെന്ന് വിശ്വസിക്കുകയും പോസിറ്റീവിന് വിശ്വാസം കുറവുമായിരിക്കും. സോഷ്യൽ മീഡിയ പ്രൊഫഷണൽ മീഡിയക്കാരാണ് കൂടുതൽ കളിക്കുന്നത്. നെഗറ്റീവ് ന്യൂസിനാണ് പബ്ലിസിറ്റി കൂടുതൽ വരുന്നത്. കൈനോട്ടക്കാർ വളരെ കറക്റ്റാണ്. ജോലിക്കാരുടെ അടുത്ത് ചെന്ന് ആദ്യം അയ്യോ കഷ്ടം വരാൻ പോകുന്നു പറഞ്ഞ് തുടങ്ങും. അപ്പൊ നെഗറ്റീവിലാണ് നമുക്ക് അത് ഇംപ്രഷൻസ് കൂടെ സ്റ്റോർ ചെയ്യുന്ന നെഗറ്റീവ് നമ്മുടെ മനസ്സ്. പോസിറ്റീവ് നമ്മൾ സ്വീകരിക്കാൻ ജീവിതത്തിന്റെ ഭാഗമല്ല. ഇത് നമ്മുടെ ഇന്റലക്റ്റിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. ഓർമ്മയെ നെഗറ്റീവ് ഇംപ്രഷൻ സ്റ്റോർ ചെയ്യുന്നു, നെഗറ്റീവ് കാര്യങ്ങളെ പോസിറ്റീവ് കാര്യങ്ങൾ ഡൗട്ട് ചെയ്യുന്നു നമ്മുടെ ഇന്റലക്റ്റിന്റെ സ്വഭാവമാണ്. സ്റ്റോർ ചെയ്യുന്ന നമ്മുടെ മെമ്മറി സ്വഭാവമാണ്. ഇത് രണ്ടും വേറെ ഫാക്കൽറ്റിയാണ്. മനസ്സിന്റെ വേറെ പ്രത്യേകത. ഇപ്പൊ ഇന്റലക്റ്റിന്റെ പറഞ്ഞു, മെമ്മറിയുടെ പറഞ്ഞു. മനസ്സിന്റെ ഒരു സവിശേഷത എന്താണ്? മനസ്സെന്ന് പറയുന്നത് എപ്പോഴും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും സാധാരണഗതിയിൽ, അല്ലേ? എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒന്നുകിൽ നമ്മൾ കഴിഞ്ഞു പോയ കാര്യങ്ങൾക്ക് ചോർത്തോണ്ടിരിക്കും, എങ്കിൽ വരാൻ പോകുന്നതിനെ കുറിച്ചുള്ള പ്ലാനിങ്ങോ ഉത്കണ്ഠയോ ആകാംക്ഷയായിരിക്കും, അല്ലെ? കുരങ്ങനെ പോലെ ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കും. മനസ്സ് വളരെ ചുരുക്കം നിമിഷങ്ങളുടെ ഈ നിമിഷത്തിൽ വരുള്ളൂ. എന്നാൽ ജീവിതത്തിന്റെ സ്വഭാവം നോക്കിക്കഴിഞ്ഞാല് നമുക്ക് ഭാവി ജീവിക്കാൻ പറ്റില്ല, ഭൂതകാലത്തും ജീവിക്കാൻ പറ്റില്ല. നിങ്ങൾ എന്തൊക്കെ ശ്രമിച്ചാലും നിങ്ങൾ കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഇപ്പം തിരുത്താൻ പറ്റത്തില്ല. അതിന് പാഠം ഉൾക്കൊണ്ട് വല്ലതും മാറ്റം വരുത്താവുന്നല്ല. അത് കഴിഞ്ഞു പോയത് മാറ്റാൻ പറ്റില്ലല്ലോ. ഇപ്പം ഞാൻ ഇന്നയാളുടെ മകനായി ഇന്നടത്ത് ജനിച്ചു, അതാണ് എനിക്ക് പ്രശ്നം എന്ന് ചില പറയാറുണ്ട്. ആ പെണ്ണായി ജനിച്ചു പോയി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രയോജനമില്ല. പറഞ്ഞിട്ട് ജനിച്ചു. അപ്പം കഴിഞ്ഞു പോയതിനെ കുറിച്ച്, അല്ലെങ്കിൽ TK പഠിച്ചത് നന്നായി, നല്ല കോളേജാണ്, ആ കാലമാണ് ഏറ്റവും നല്ലത്, വളരെ നല്ലത്. പക്ഷെ ഇപ്പൊ അത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇപ്പൊ ആ കാലമല്ലല്ലോ. അപ്പൊ കഴിഞ്ഞു പോയതിനെ കുറിച്ച് ഓർത്തിട്ട് ആർക്കും വലിയ സ്ഥായിയായ സന്തോഷമൊന്നും കിട്ടാൻ പോകുന്നില്ല. വരാൻ പോകുന്നതിനെ കുറിച്ചാണല്ലോ എപ്പോഴും പ്ലാൻ ചെയ്തിട്ട് ഒന്നും നടപ്പാക്കാതിരുന്നിട്ടും കാര്യമൊന്നുമില്ല. വരാൻ പോകുന്നതില് ഉത്കണ്ഠ, സന്ദേഹം, ആകാംക്ഷ, ഇങ്ങനെയുള്ള വികാരങ്ങളെ കൂടെ ഉണ്ടാകുന്നത്, അല്ലേ? അല്ലെങ്കിൽ വലിയ പ്രതീക്ഷകൾ, എക്സ്പെക്ടേഷൻസ് ആണ്. ഇതെല്ലാം നമുക്ക് നിരാശ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ. അപ്പൊ ഈ മനസ്സിന്റെ ഈ വാസിലേഷൻ, ഭാവി ഭൂതം ഇങ്ങനെ ചാഞ്ചാടം, ഇതാണ് നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ സ്ട്രെസ് ചെയ്യിക്കുന്നത്. ആ കാര്യം സ്ട്രെസ് ആണ് ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ പ്രധാന കാര്യം. ഇന്നത്തെ ലോകത്ത് മനസ്സ് ഉപയോഗപ്പെടുത്തുന്ന രീതി, അല്ലെങ്കിൽ ഇന്നത്തെ ലോകത്ത് ഈ നെർവസ് സിസ്റ്റം ഉപയോഗിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ കാട്ടിൽ കിടന്ന കാലത്തെ പോലുള്ള രീതിയല്ല. അന്ന് അവിടെ ഒരു സിംഹം മുമ്പിൽ വരുമ്പോൾ ഓടാൻ വേണ്ടി നമുക്ക് കൂടുതൽ സ്ട്രെസ് ആവശ്യമായിരുന്നു. അപ്പൊ പെട്ടെന്ന് അഡ്രിനാലിൻ ഉണ്ടാവും. ശരി, ഇന്ന് ഇമാജിൻ ചെയ്ത ഭാവിയിലെ പ്രശ്നങ്ങൾക്ക് ഓർത്തിട്ടാണ് അഡ്രിനാലിൻ ഉണ്ടാകുന്നത്. അപ്പം ചുരുക്കി പറഞ്ഞാൽ ആധുനിക കാലത്ത് നമ്മുടെ കാട്ടിലെ ജീവിതത്തിൽ ഉപയോഗിച്ചിരുന്ന ഹോർമോൺസ് എടുത്ത് കളിക്കുന്നതാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. അതിന് കാരണം എന്താണ്? മനസ്സിന്റെ വാക്സിനേഷൻ. യോഗ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് മനഃശാസ്ത്രത്തിന്റെ ഒരു യോഗസൂത്രമാണ് യോഗയിൽ ഏറ്റവും ഒതന്റിക് ആയിട്ട് ഏറ്റവും
പ്രധാനമായിട്ട് വെച്ചിരിക്കുന്ന ഗ്രന്ഥം. വളരെ ചെറിയ ഗ്രന്ഥമാണ്, ആറ്റിക്കുറുക്ക് എഴുതിയതാണ്. പക്ഷേ അതിനകത്ത് ഓരോ പോയിന്റ്, ഒരു ലൈൻ വായിച്ചാൽ തന്നെ അത് ഒത്തിരി പ്രായോഗിക മനഃശാസ്ത്രമുണ്ട്. യോഗസൂത്രം പറയുന്നത് മനസ്സിന് 5 മനോവൃത്തി അല്ലെ മനസ്സിന്റെ മോഡുലേഷൻസ് ഉണ്ടെന്നാണ്. നമ്മൾ ശരിക്കും തിരിഞ്ഞൊക്കെ അറിയാം. ഒന്നുകിൽ നമ്മൾ എപ്പോഴും ഒരു പ്രമാണം എന്ന് പറയും, എപ്പോഴും നമ്മളിങ്ങനെ എല്ലാത്തിനും ജസ്റ്റിഫിക്കേഷൻ അല്ലെങ്കിൽ പ്രൂഫ് തിരയുന്നതാണ്. പ്രൂഫ് തിരഞ്ഞ് മാത്തമാറ്റിക്സിന്റെ പ്രൂഫ് പോലെ, അല്ലെങ്കിൽ സയന്റിസ്റ്റിന്റെ പ്രൂഫ് പോലെ, അല്ലെങ്കിൽ അഡ്വക്കേറ്റിന്റെ പ്രൂഫ് പോലെയുള്ളതല്ല. നമ്മൾ കാണുന്ന കാര്യങ്ങളെ കണക്ട് ചെയ്യാൻ വേണ്ടി അതിന്റെ എവിഡൻസ് തേടിക്കൊണ്ടിരിക്കും. നിങ്ങളിപ്പോൾ ട്രെയിനിലിരിക്കുകയാണ്, നിങ്ങൾ എറണാകുളം ടൗണിലെത്തി, നിങ്ങൾക്ക് ഇറങ്ങേണ്ടത് കൊല്ലത്താണ്. എറണാകുളം എറണാകുളം എത്തി പറയുമ്പോൾ പുറത്തോട്ട് നോക്കിയിട്ട് ആ ബോർഡിൽ ഒന്ന് കണ്ണില്ല. ഇതാണ് പ്രൂഫ്. ഈ പ്രൂഫ് സെന്റൻസി നമ്മൾ എപ്പോഴും ചെയ്യുന്നുണ്ട് മനസ്സിന്. ഇതാണ് മനസ്സിന്റെ ഒരു വൃത്തി, ഒരു ആക്ടിവിറ്റി. രണ്ടാമത്തെ പ്രൂഫ് പലതരമുണ്ട്. ഇപ്പൊ ഒന്ന് പ്രത്യക്ഷം നമ്മൾ കണ്ടതിന്റെ ഉടനെ മനസ്സിലാക്കുന്നത്. മറ്റേത് അനുമാനം, നമ്മൾ ഇൻഫർ ചെയ്യുന്ന ഓരോന്ന് സാഹചര്യങ്ങളിൽ ഇൻഫർ ചെയ്യും. അപ്പം പുറത്തെ കായലും കടലും ഒക്കെ ഉണ്ട്, ഞാൻ കേരളത്തിൽ എത്തി എന്ന് പറയും. കായലൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ തെങ്ങുകളൊക്കെ വന്നു, ഞാൻ കേരളത്തിന്റെ ബോർഡർ എത്തി എന്ന് പറയും. കോയമ്പത്തൂർ കഴിഞ്ഞെന്ന് പറയും. എന്താണ്? എവിഡൻസ് വന്നു. അപ്പം അനുമാനം, പ്രത്യക്ഷ അനുമാനം, അത് കൂടുതൽ വിശദമായിട്ട് ഇപ്പം പഠിക്കുന്നില്ല. പക്ഷെ സൂചനകളാണ്, ആഗമൊന്നുമില്ല. ഓതന്റിക് ആയിട്ട് ഒരു ഐൻസ്റ്റീൻ പറഞ്ഞു, നമുക്ക് വിശ്വാസമായി. അല്ലെങ്കിൽ ഇന്ന ജ്ഞാനി പറഞ്ഞു, അല്ലെ ഇന്ന മതഗ്രന്ഥം പറഞ്ഞു പറയുമ്പോൾ നമുക്ക് ഒരു എവിഡൻസ് പോലെ. ഈ തരത്തിൽ എവിഡൻസ് ബേസ്ഡ്, എവിഡൻസ് റിയൽ എവിഡൻസ് അല്ല, പ്രൂഫ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് മനസ്സിന്റെ സാധാരണ ഒരു ആക്ടിവിറ്റി. ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം. രണ്ടാമത്തെ ആക്ടിവിറ്റിയാണ് പ്രൂഫ് തേടലല്ല, റോങ് നോളജ്. ഓരോ ധാരണകളും ഇങ്ങനെ ചോദിച്ചു നടക്കും, അത് വിപരീതം തന്നെ. മൂന്നാമത്തെ ആക്ടിവിറ്റിയാണ് വരാൻ പോകുന്നതിനെ കുറിച്ചുള്ള കണക്കൂട്ടലും ആകാംക്ഷകൾ ഉൾക്കൊണ്ടുള്ള വികല്പങ്ങൾ എന്ന് പറയും. നാലാമത്തെ ആക്ടിവിറ്റിയാണ് സ്മൃതി. മുമ്പേ പറഞ്ഞ മനസ്സ് ഭൂതകാലത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഈ സംസാരിക്കുന്നിടയ്ക്ക് ഞങ്ങൾ വിചാരിക്കുക ഇത് കഴിഞ്ഞിട്ട് ഡിന്നറിന് കഴിക്കണം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ വികല്പമായി. ഇത് കഴിഞ്ഞിട്ട് അല്ല, ഇതിനു മുമ്പ് ഇന്ന് 7:30 തുടങ്ങിയതാ, ആരും കയറിയില്ലല്ലോ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സ്മൃതിയിലേക്കായി. ഈ പറഞ്ഞ 4 മോഡ്സ് അല്ല. അഞ്ചാമത്തെ പറഞ്ഞ ഉറക്കം, അല്ലെങ്കിൽ ഇങ്ങനെ ഉറക്കം തൂങ്ങിയിരിക്കുക, അലസമായിരിക്കുക. ഈ 5 മോഡ് അല്ലാതെ മനസ്സിന് മോഡ് കോൺഷ്യസ് മൈൻഡിന് ഇല്ല. ഈ 5 മോഡുകൾ ഇങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുക. ഈ ഓട്ടത്തിനിടയ്ക്ക് ഇപ്പൊ നമ്മൾ പറഞ്ഞ ശരീരം, ശ്വാസം, മനസ്സ്, ബുദ്ധി, ചിത്തം അല്ലെ ഓർമ്മ, അഹംബോധം, ഈ തലങ്ങൾക്കെല്ലാം അപ്പുറത്താണ് ഞാൻ. അപ്പൊ ഇതിനെ എല്ലാമായിട്ട് ഇങ്ങനെ ബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്തോളം കാലം, മനസ്സിലൊക്കെ ഇങ്ങനെയൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്നത്തോളം കാലം ഇതിനപ്പുറത്തേക്കൊന്ന് എത്തി നോക്കാൻ പോലും നമുക്കൊരു ബ്രേക്ക് ഇല്ല. ഒരു 10, 60, 70 കൊല്ലമൊക്കെ ജീവിച്ചിരുന്നിട്ട് ഈ 7ാമത്തെ തലം, അതിനെക്കുറിച്ച് ഒരുപാട് വാഴ്ത്തുപാട്ടുകളും പൊഴുത്തുകളും കേട്ടിട്ടുണ്ട്. പക്ഷെ ഒന്ന് എത്തി നോക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ അതൊരു വലിയ നഷ്ടമല്ലേ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എല്ലാ ഊർജത്തിന്റെയും സ്രോതസ്, നമ്മുടെ എല്ലാ ഉത്സാഹത്തിന്റെയും വ്യക്തതയുടെയും ജീവിതത്തിൽ ക്ലാരിറ്റി ഉണ്ടാകാൻ, സന്തോഷം ഉണ്ടാകാൻ, എല്ലാത്തിന്റെ അടിസ്ഥാനമായിരിക്കുന്നത് എന്താണോ അതിലേക്കൊന്ന് നേരിട്ട്, അഭിപ്രായങ്ങളോ വിശ്വാസങ്ങളോ അല്ലാതെ നേരിട്ടൊന്ന് പരീക്ഷിക്കാൻ, ഒന്നും നോക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ യു മിസ് എ ലോട്ട്. ജീവിതത്തിൽ ഇപ്പൊ ഒരു പക്ഷിക്ക് 2 ചിറകുണ്ട്, എന്നാലേ പറക്കാൻ പറ്റുള്ളൂ. എനിക്ക് ഭൗതിക കാര്യങ്ങളൊക്കെ മതി എന്ന് വിചാരിക്കുന്ന ആൾക്ക് എന്റെ ആത്മാവിനെ ഒന്നും അറിയണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ചിറകൊണ്ട് പറക്കല. നമ്മൾ ഒരു ബാലൻസ് ജീവിതത്തിൽ അവനവനെ കുറിച്ച് അറിയാം. സോക്രട്ടീസോ അല്ല ഗ്രീക്ക് ചിന്തകന്മാർക്ക് നോ ദൈസെൽഫ് എന്നാ പറഞ്ഞു. നമ്മുടെ ഉപനിഷത്ത് ഋഷികളും നോ യുവേഴ്സെൽഫ് എന്നാ പറഞ്ഞു. പുരാതന കാലം മുതൽ തത്വചിന്തരെല്ലാം പറയുന്നതാണ്. ഇപ്പോഴും മനഃശാസ്ത്രന്മാരിലും നല്ല നിലവാരമുള്ള അഭിയം മാത്രം എഴുതുന്നതിനൊക്കെയുള്ള ആഴത്തിൽ പോയിട്ടുള്ള മനഃശാസ്ത്രന്മാരും പറയുന്നത് നിങ്ങളെ അറിയാന്ന്. നിങ്ങളെ അറിയുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞുള്ള തത്വങ്ങളിലൂടെ അറിയുന്നത് ഒരു ലെവല്. പക്ഷെ നേരിട്ട് ആരുടെ അഭിപ്രായങ്ങളെ വിശ്വസിച്ചിട്ടോ അവിശ്വസിച്ചിട്ടോ അല്ല, ആരും പറഞ്ഞിട്ടുമല്ല, നേരെ അവനവനെ ഒബ്സർവ് ചെയ്യുക. അപ്പൊ ഈ തലങ്ങളിലേക്ക് അപ്പുറത്തുള്ള എന്താണ് എന്ന് നോക്കുക. അപ്പൊ അതിന് അത്യാവശ്യം വേണ്ടതാണ് മനസ്സിന്റെ ഈ ഓട്ടം ഒരു ബ്രേക്ക് വേണം. നിങ്ങൾ ഭയങ്കര ട്രാഫിക്, ഒരുപാട് വണ്ടികൾ ഓടുന്ന റോഡിൽ കൂടെ പോകുമ്പോൾ ഇടയ്ക്ക് ഒരു ശകലം തടസ്സം ഉണ്ടായി, അവിടെ നിന്നും ഇവിടെ ഒന്നും നിങ്ങൾക്ക് സ്മൂത്തായിട്ട് പോകാൻ പറ്റില്ല. നിങ്ങൾക്ക് സ്മൂത്തായിട്ട് പോകണമെങ്കിൽ റോഡ് നല്ല ഫ്രീ ആകണം. ഫ്രീ ആണെങ്കിൽ ഈ തടസ്സമുള്ള വാഹനങ്ങൾ അധികം ശല്യം ഉണ്ടാക്കരുത്. അപ്പം ചിന്തകള്, വികാരങ്ങള്, ഈ പറയുന്ന മനസ്സ് ഭാവിയിലും പോകുന്ന ഓട്ടം,
ശരീരത്തിന്റെ അക്ഷമ, ശരീരത്തിൽ അവിടെ ഇവിടെ വിഷാംശങ്ങൾ ഉള്ളതുകൊണ്ട് അതുണ്ടാക്കുന്ന എന്താണ് പറയുക, സംവേദനങ്ങൾ അല്ലെങ്കിൽ സെൻസേഷൻസ്, ഇതൊക്കെ നമ്മളെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു 10 മിനിറ്റ് ധ്യാനിക്കാൻ പറഞ്ഞാൽ ഇരിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവിടെ ചൊറിയുന്നു ഇവിടെ ചൊറിയുന്നു ഒക്കെ ആണെങ്കിൽ ധ്യാനം വരത്തില്ല. അല്ലെങ്കിൽ ഇതോ അടുപ്പയിൽ പാലെടുത്ത് വെക്കേണ്ടതായിരുന്നു എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ധ്യാനം വരത്തില്ല. അപ്പം ഈ ഓരോ തലങ്ങളിലുള്ള ഡിസ്റ്റർബൻസിനെ ഒരു പരിധി വരെയെങ്കിലും ഒന്ന് മയത്തി വരുത്തിയാൽ മാത്രമേ നമുക്ക് ഈ തലങ്ങൾക്ക് അപ്പുറത്തേക്കൊന്ന് ഒരു ഗ്ലിംസ് എങ്കിലും കിട്ടും. ഗ്ലിംസ് അല്ല, ശരിക്കും അതിന്റെ അനുഭവം ഉണ്ടാവും. അത് മനുഷ്യനാണെങ്കിൽ അതെ കൊണ്ടാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മള് മൃഗത്തെ പോലെ ഇങ്ങനെ ഇതിനകത്തൊക്കെ പെട്ടെന്ന് കിടന്നിട്ട് പോയാൽ പോരാ. വൺസ് യു ഷുഡ് എക്സ്പീരിയൻസ്. വൺസ് എന്നല്ല, എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ രുചി കിട്ടിക്കഴിഞ്ഞാൽ ജീവിതം മൊത്തമേ കളർഫുൾ ആവും. അപ്പൊ അതിന് യോഗസൂത്രത്തിൽ പറയുന്നത് എങ്ങനെയാണ്, അവര് സിമ്പിൾ ലൈൻസ് ആണ്. കാരണം ഇതിനെക്കുറിച്ച് കുറച്ച് പഠിച്ച ഒരാൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി എഴുതിയ ഗ്രന്ഥമാണത് യോഗസൂത്രം. പക്ഷെ അതുകൊണ്ട് വളരെ ചുരുക്കത്തെ പറയുള്ളൂ, വിശദമായിട്ട് എക്സ്പ്ലനേഷൻ ഒന്നും ഇല്ല. അത് എക്സ്പ്ലനേഷൻ വേണേൽ ജീവിതത്തിൽ പരീക്ഷ നോക്കുന്നവരുടെ അടുത്ത് പോയി പഠിക്കുക അല്ലെങ്കിൽ സ്വയം ഗവേഷണം ചെയ്യുക വേണം. പക്ഷെ എഴുതിക്കുന്നത് വളരെ സിമ്പിൾ ആണ്. അതാ യോഗാനുശാസനം എന്ന ഫസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ ഇത് അനുശാസനം അല്ലെങ്കിൽ സെൽഫ് ഡിസിപ്ലിൻ. സ്വയം ഒരു ജീവിതത്തിൽ ചിട്ട ഉണ്ടാകാം. ചിട്ട ഉണ്ടാകുന്ന രാവിലെ ഇത്ര മണിക്ക് എഴുന്നേക്ക് അങ്ങനെ ചിട്ടകൾ തന്നെയല്ല. ജീവിതത്തിന് ഒരു അടുക്കും ചിട്ട ഉണ്ടാകുന്ന അതിന്റെ ബേസ് ശരിയാണ്. ബേസ് ശരിയാണെങ്കിൽ ഞാൻ ആരാണെന്നുള്ളൊരു വ്യക്തതയിലേക്ക് പോകുന്ന ഒരു ഉത്തരം, റെഡിമേഡ് ഉത്തരം ആൾക്ക് പറഞ്ഞെടുക്കാനുള്ള ഉത്തരവല്ല പറയുന്നത്. ഒരു ക്ലാരിറ്റി ജീവിതത്തിൽ ഉണ്ടാകും. അപ്പം അങ്ങനത്തെ ഒരു അടിത്തറ ഉണ്ടാകാൻ, അങ്ങനത്തെ ഒരു ഡിസിപ്ലിൻ ഉണ്ടാകാൻ വേണ്ടി അതിനാണ് അനുശാസനം. അനുശാസനം ആണ് ഇനി പഠിപ്പിക്കാൻ പോകുന്നതാണ് ആദ്യത്തെ വരി. രണ്ടാമത്തെ പറയുന്നത് യോഗസൂത്രത്തിന്റെ 4 ചാപ്റ്റർ 4 സെഗ്മെന്റ്സ് ഉണ്ട്. അതിന്റെ ആദ്യത്തെ വരിയാണ് ഞാൻ പറഞ്ഞത്. പിന്നെ പറയുന്നത് ഈ മനസ്സിനൊരു അടക്കം വരിക, അല്ലെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടാൽ മാത്രമേ നിങ്ങൾക്ക് അത് മനസ്സിലാവുകയുള്ളൂ. അല്ലാത്തപ്പോൾ തഥാ ദുഷ്ടസ്വരൂപേന അവസ്ഥാനം എന്ന് പറഞ്ഞാൽ കാണുന്നതും കേൾക്കുന്നതിലും ഒക്കെ അല്ലെ ചിന്തിക്കുന്നതിലും ഒക്കെ ആയിട്ട് നമ്മളെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ടിരിക്കുക. അത് മുഴുകിയിരുന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത് മുഴുവനും തെറ്റൊന്നുമില്ല, ജീവിതം അങ്ങനെ തന്നെയാണ്. പക്ഷെ അത് ജീവിതത്തിന്റെ 50% ആണ്. മറ്റേ 50% എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലേക്ക് ഉള്ള ഈ പറഞ്ഞ സൂക്ഷ്മ സത്യങ്ങളിലേക്കൊന്ന് ഇറങ്ങിപ്പോകുന്നതാണ്. അവിടെ അഭിപ്രായങ്ങളോ വിശ്വാസങ്ങളോ ധാരണകളോ അല്ല, നേരിട്ടുള്ള നിരീക്ഷണം ആണ് വേണ്ടത്. അതിനു വേണ്ടിയുള്ള ചില വിദ്യകളും സൂത്രങ്ങളും ആണ് യോഗ എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനം. അപ്പൊ അതിന് ശരീരത്തിന് കുറച്ച് സ്വസ്ഥത ഉണ്ടാണ്. എന്ന് വെച്ചാൽ ആരോഗ്യമില്ല എന്ന് വിചാരിച്ച് യോഗ ചെയ്യാൻ വരുന്നൊന്നുമില്ല. ആരോഗ്യമുള്ള ഒരു ശരീരത്ത് ആരോഗ്യമില്ലാത്ത മനസ്സുമായിട്ട് ജീവിക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആരോഗ്യമുള്ള ഒരു മനസ്സ്, ആരോഗ്യം അല്പം കുറവുള്ള ശരീരമാണെങ്കിലും വലിയ ബുദ്ധിമുട്ടില്ല. അപ്പൊ മനസ്സാണ് പ്രധാനം. അപ്പം യോഗസൂത്രത്തിന്റെ അടിസ്ഥാന തത്വം ഞാൻ പറഞ്ഞല്ലോ, മനസ്സിന്റെ ഈ 5 വൃത്തികൾക്ക് അപ്പുറത്തേക്ക് ഒന്ന് അടക്കുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള വിദ്യകളും അതിനേക്കുള്ള സയൻസുമാണ് നമ്മുടെ സന്തോഷത്തിന്റെ രഹസ്യം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിലുള്ള പല ക്വാളിറ്റീസ്, അതായത് ഔദാര്യം, ജനറോസിറ്റി, അല്ലെങ്കിൽ സംതൃപ്തി, കണ്ടന്റ്മെന്റ്, അല്ലെങ്കിൽ കൃതജ്ഞത, ഇങ്ങനെയൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട പല ക്വാളിറ്റീസ് ഉണ്ടല്ലോ. അല്ലെ അലേർട്ട്നെസ്, ജാഗരൂകത, അല്ലെങ്കിൽ ഡൈനാമിസം, എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്ക് അതിനൊക്കെ അതിജീവിക്കുന്ന ഒരു ഡൈനാമിസം, സൃഷ്ടിപരമായി ക്രിയേറ്റീവായിട്ട് പുതിയ ഐഡിയാസ്, പുതിയ സൊല്യൂഷൻസ്, ഇങ്ങനെ അല്ലെങ്കിൽ സ്നേഹഭാവം, ഇങ്ങനെ പല ഭാവങ്ങളും പല പ്രകൃതി വാല്യൂസും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണരാൻ ആഗ്രഹമുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നെർവസ് സിസ്റ്റത്തിന്റെ ചില സെന്റേഴ്സുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പൊ അതിനെ പ്രൊമോട്ട് ചെയ്യാനുള്ള ടെക്നിക് സ്പെസിഫിക്കലി ഉണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ മൂലാധാര ചക്രം, അതായത് ഈ സ്പൈനൽ കോഡിന്റെ ഏറ്റവും താഴെ റൂട്ട് ബേസ് ഓഫ് ദ സ്പൈനിൽ ഉള്ള ഒരു എനർജി സെന്റർ ആണ്. ആക്ച്വലി നമുക്ക് നാഡികളിൽ സെറ്റിലായിട്ടുള്ള ഒരുപാട് എനർജി ചാനൽസ് ഉണ്ട്. ഈ എനർജി ചാനൽസിലെ ഏതാണ്ട് 109 അതിന് വളരെ പ്രോമിനന്റ് ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നു. അതിൽ തന്നെ 7 ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നു. ആ 7 ഏറ്റവും താഴെയുള്ള എനർജി ചാനലാണ് നമ്മൾ പറഞ്ഞ റൂട്ട് ചക്രയിലിരിക്കുന്ന മൂലാധാരം എന്ന് പറയും. അവിടെയാണ് ഡൈനാമിസത്തിന്റെ സെന്റർ. നമ്മൾ എനർജറ്റിക് ആയിട്ടുള്ള വ്യക്തി ആ
പോർഷൻ നല്ല എനർജറ്റിക് ആണെങ്കിൽ, എനർജറ്റിക്കിന്റെ ഫിസിക്കൽ എനർജി അല്ല, ഈ സറ്റിൽ എനർജി പ്രാണശക്തി കൂടുതലാണെങ്കിൽ ആ മൂലാധാരത്തിന്റെ നെർവസ് നമ്മൾ നോഡ്സ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ സർക്യൂട്ടിലെ ജംഗ്ഷൻസ് എന്ന് പറഞ്ഞ പോലെ ആ നോഡൽ സെന്റേഴ്സിൽ ലൈഫ് എനർജി കൂടുതൽ സ്ട്രോങ് ആക്കി എടുക്കാനാണ് നമുക്ക് പ്രാണായാമം ധ്യാനമൊക്കെ വഴി ചെയ്യാൻ പറ്റും. ആക്കുകയാണെങ്കിൽ നമ്മൾ കൂടെ ഡൈനാമിക് ആയിരിക്കും ജീവിതം. പക്ഷെ അത് ഡൾ ആണെങ്കിൽ നമ്മൾ ഭയങ്കര മടിയായിരിക്കും, ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല. പ്രശ്നങ്ങൾ വന്നാലും അയ്യോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയുള്ളൂ. അപ്പം ഡൈനാമിക്സ് ഉണ്ടാക്കാനായിട്ട് മൂലാധാര ചക്രം. അതുപോലെ ഞാൻ പെട്ടെന്ന് പറയാം ബാക്കി ഓരോ ചക്രങ്ങളെ പറ്റി. നിങ്ങൾക്കൊരു ജിജ്ഞാസ ഉണ്ടാക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പറയാണ്. ഇതെല്ലാം മുഴുവൻ കാണാൻ പഠിച്ചിരിക്കേണ്ട ആവശ്യമില്ല. ശ്വാസത്താനം കേൾക്കാൻ തൊട്ട് മുകളിൽ, അതായത് നമ്മുടെ ജനനത്തിന്റെ അല്ലെങ്കിൽ ജെനിറ്റേഴ്സിന്റെ തൊട്ട് പുറകിലായിട്ട് വരുന്ന പോയിന്റ് ആണ്. അത് നമ്മുടെ ക്രിയേറ്റിവിറ്റി കൂട്ടും. അവിടെ എനർജൈസ്ഡ് ആണ്. എനർജൈസ്ഡ് അല്ലെങ്കിൽ നമ്മൾ കൂടുതലും സെക്സിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എസ്കേപ്പ് ചെയ്യാൻ നോക്കും. ക്രിയേറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ക്രിയേറ്റിവിറ്റി എല്ലാം ഒരേ സെന്റർ തന്നെയാണ്. ക്രിയേറ്റിവിറ്റി വരാണ്ട് എനർജറ്റിക് ആകുമ്പോൾ നമ്മുടെ എനർജി മേലോട്ട് പോവുകയാണെങ്കിൽ ക്രിയേറ്റിവിറ്റി ഉണ്ടാകും. അത് കഴിഞ്ഞ് ഒരു ചക്രം കൂടെ മേലോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ മണിപ്പൂർ ചക്രം, അതായത് ഉപ്പിന്റെ ഏകദേശം ആ ഭാഗത്ത് വരും. സോളാർ പ്ലക്സസ്. മണിപ്പൂർ ചക്രത്തിലാണ് എനർജി എത്തുന്നെങ്കിൽ നമ്മൾ കൂടുതൽ ജനറോസിറ്റി ആയിരിക്കും, കണ്ടന്റ്മെന്റ്. ഈ ലാഭിമുക്ത എന്നൊക്കെ പ്രതിഭ കണ്ടിട്ടില്ലേ, വലിയ കൊടവേറുള്ള ഒരു ചൈനീസ് ഇമേജ്. ഹാപ്പി ആയിരിക്കും നമ്മൾ. അതേ അവസരത്തിൽ അവിടെ എനർജി താഴോട്ടാണ് അല്ലെങ്കിൽ ഡൾ ആയി വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജലസി, ഗ്രീഡ് അങ്ങനെയുള്ള വികാരങ്ങൾ അനുഭവപ്പെടും. കുറച്ചുകൂടെ മേലോട്ട് എനർജി ഉയർന്നു വരികയാണ് ഹാർട്ട് ചക്രം, അനാഹത ചക്രം. അനാഹത ചക്രത്തിൽ എനർജി എത്തിക്കാമെങ്കിൽ നമ്മൾ കൂടുതൽ സ്നേഹഭാവം, ഫ്രണ്ട്ലിനെസ് ആയിരിക്കും. അവിടെ തന്നെ എനർജി നെഗറ്റീവായിട്ട് വരികയാണെന്നെങ്കിൽ ഡൾ ആകുകയാണെങ്കിൽ ഫിയറോ ഹേറ്റഡോ ഒക്കെ ആയിരിക്കും കൂടുതൽ. അപ്പൊ ഫിയർ, ഹേറ്റഡ്, ലവ് എല്ലാത്തിന്റെ സെന്റർ അവിടെയാണ്. കുറച്ചുകൂടെ മേലോട്ട്, ലോകത്തെ എല്ലാ കവികളും ഹൃദയം എന്ന് പറയുന്നത് സ്നേഹത്തിന്. കുറച്ചുകൂടെ മേലോട്ട് പോയി നമ്മുടെ ഈ ത്രോട്ടിന്റെ ഇവിടെ ആണെങ്കിൽ ത്രോട്ട് ചക്രം അല്ലെങ്കിൽ വിശുദ്ധ ചക്രം എന്ന് പറയും. വിശുദ്ധ ചക്രത്തിലാണെങ്കിൽ നമ്മുടെ എനർജി അവിടെ നല്ല ആക്റ്റീവ് ആയിരിക്കുകയാണെങ്കിൽ നമുക്ക് ഗ്രേറ്റ്ഫുൾനെസ് ആയിരിക്കും. നമുക്ക് സാധാരണ ജീവിതത്തിൽ എന്തെങ്കിലും ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഫീലിംഗ് ഉള്ളവരാണ് കൂടെ സക്സസ്ഫുൾ ആകുന്നത്. കുറച്ചുകൂടെ നമ്മൾ മേലോട്ട് ഗ്രേറ്റ്ഫുൾ ആണ്, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര എനർജി ഡൗൺ ആകുകയാണെന്നുണ്ടെങ്കിൽ ഈ ത്രോട്ട് ചക്രയിൽ നമുക്ക് ദുഃഖം അല്ലെങ്കിൽ സാഡ്നെസ് ആയിരിക്കും കൂടുതൽ. നമുക്ക് സന്തോഷം കൊണ്ട്, നന്ദി കൊണ്ട് കണ്ഠമിടരുന്ന് പറയും, അല്ല ദുഃഖം കൊണ്ട് കണ്ഠമിടരുന്ന് ചെയ്യും. രണ്ടും ഒരേ സെന്ററാണ്. കുറച്ചുകൂടി നമ്മുടെ എനർജി മേലോട്ട് ഉയർന്നു വരികയാണെങ്കിൽ നമ്മുടെ ഈ പുരികങ്ങൾക്കിടയ്ക്കുള്ള പോയിന്റ് ആജ്ഞാചക്രം എന്ന് പറയും, തേർഡ് ഐ എന്നൊക്കെ പറയും. അവിടെയാണ് എനർജി നമ്മൾ കൂടുതൽ ഡെവലപ്പ് ആയി വരികയാണെങ്കിൽ, അവിടം വരെ എനർജി എത്തിക്കഴിഞ്ഞാൽ, താഴെ നിന്നുള്ള എനർജി വളർത്തി അവിടം വരെ എത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ അലേർട്ട്നെസ് കൂടും. പാമ്പിന്റെ കൂടെ അലേർട്ട്നെസ്. അതേസമയത്ത് എനർജി ഡൾ ആണെങ്കിൽ നമ്മൾ കോപത്തിനുള്ള ടെൻഡൻസി കൂടുതൽ. അലേർട്ടായിട്ടുള്ള ആൾക്കാർ തന്നെ കോപിഷ്ടാകാൻ സാധ്യത കൂടുതൽ. പെർഫെക്ഷനിസ്റ്റുകളൊക്കെ പെട്ടെന്ന് കോപിക്കുന്ന പകരം വരുന്നത് എനർജി കുറച്ച് ഡളായി വരുമ്പോഴാണ്. അതിനും കവിഞ്ഞ എനർജി മേലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ക്രൗൺ ചക്ര അല്ലെങ്കിൽ സഹസ്രാര ചക്ര എന്ന് പറയും. അവിടെയാണ് നമ്മൾ ആനന്ദത്തിന്റെ സീറ്റ്. ജീവിതത്തിൽ ഓരോ അനുഭവങ്ങൾ വരുമ്പോൾ, ഒരു നല്ല പായസം കഴിച്ച് ഐസ്ക്രീം കഴിക്കുമ്പോഴേ ആനന്ദം ഉണ്ടാകുന്നുണ്ട്, കൂട്ടുകാരുടെ കൂടെ ഇരിക്കുമ്പോഴേ ആനന്ദം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഒരു കുറച്ചുകൂടെ സ്റ്റഡി ആയിട്ട് ആനന്ദത്തിന്റെ ബേസ് നമുക്ക് കിട്ടുന്ന എനർജി അത്ര വരെ എത്തുമ്പോഴാണ്. ഈ എനർജി ലിഫ്റ്റ് ചെയ്യാനുള്ള സ്പെസിഫിക് ടെക്നിക്സ് യോഗയിലുണ്ട്. അപ്പൊ നമുക്ക് ശ്വാസം കൊണ്ടും മെഡിറ്റേഷൻ കൊണ്ടും ഇങ്ങനെയുള്ള സ്പെസിഫിക് ടെക്നിക്സ് വഴി നമ്മുടെ ഊർജ്ജസ്വരാക്കാമെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഈ നല്ല ഭാവങ്ങൾ വരുത്താനും കൂടുതൽ ഹാപ്പിയായിട്ട് ജീവിക്കാനും പറ്റും. അതിന്റെ പ്രാക്ടിക്കൽ സൈഡ് നമുക്ക് നാളെ നോക്കാം. നമ്മൾ ഒരു 10 കൊല്ലം മുമ്പുള്ള നിങ്ങളുടെ ഒരു, അല്ലെ 20 കൊല്ലം മുമ്പത്തെ നിങ്ങളുടെ ഫോട്ടോ, അല്ലെ കോളേജ് പഠിക്കുന്ന കാലത്തെ ഫോട്ടോ വെച്ച് നോക്കി ഞാൻ നിങ്ങൾ പറയും ഇത് ഞാനാണ് എന്ന് പറയും, അല്ലെ? എത്ര വർഷം പഴക്കമുള്ളതാണ്? 40 വർഷം പഴക്കമുള്ള. ശരീരം മാറി, നിങ്ങളുടെ ജീവിതത്തെ സങ്കല്പങ്ങൾ മാറി, താല്പര്യങ്ങൾ മാറി, ജീവിത വീക്ഷണം മാറി, മനസ്സിന്റെ സ്പീഡും സ്റ്റൈലും മാറി, രുചിഭേദങ്ങൾ മാറി, എല്ലാം മാറിയതിനു ശേഷം അത് ഞാനാണ് എന്ന് നിങ്ങൾ പറയുന്നു, അല്ലേ? സംതിങ് ഈസ് കണ്ടിന്യൂയിങ്, അല്ലേ? അന്നും ഇന്നും തുടരുന്ന എന്തോ ഒന്നുണ്ട്. ശരീരത്തിന് 1 വയസ്സേ ഉള്ളൂ എന്ന് പറയാം. കാരണം നമ്മുടെ ഓരോ സെൽസും 1 വർഷത്തിൽ കൂടെ പഴക്കമുള്ളതല്ല. ഒരു സ്കാർ ടിഷ്യൂ ഉണ്ടെങ്കിൽ, നിങ്ങൾ വാക്സിനേഷൻ മാർക്ക് പോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ സ്കാർ ടിഷ്യൂ പോലും ന്യൂ ആണ്. അത് പഴയതിന്റെ റീപ്രൊഡക്ഷൻ ചെയ്ത് പുതുതായിട്ട് പഴയത് നശിച്ചു പോയതാണ്. ജരയുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും മറുകം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും അതുപോലും ഓൾഡ് അല്ല, ശരീരം ഓൾഡേ അല്ല. പക്ഷേ
എന്തോ ഒന്ന് തുടരുന്നുണ്ട്. 60 കൊല്ലം 65 കൊല്ലം തുടരുന്നു. അതെന്താണ് എന്ന് അന്വേഷിക്കേണ്ടതാണ്. യുക്തി കൊണ്ടോ ബുദ്ധി കൊണ്ടോ അന്വേഷിക്കുന്നതിന് പരിധിയുണ്ട്. വിശ്വാസം കൊണ്ട് ഒരു കാരണവശാലും അന്വേഷിക്കരുത്. കുറെ കാരണങ്ങൾ കയറുകയുള്ളൂ. പിന്നെ എങ്ങനെയാ പരിശോധിക്കുന്നത്? അതിനാണ് ഈ ജീവിതത്തെ നിരീക്ഷിക്കാൻ, ചിന്തകളിലൂടെ, ചിന്താ കാലുഷ്യത്തിൽ കൂടെയല്ല, കുറച്ച് നിശബ്ദമായി നിരീക്ഷിക്കാനുള്ള ഒരു സ്കിൽ കുറച്ച് ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യം. ആ നിരീക്ഷണത്തിന് സ്കിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് യോഗ ആവശ്യം. അപ്പോഴാണ് ശുദ്ധമായ ചേതനയിലാണ് നമ്മുടെ സ്നേഹം എന്ന് പറഞ്ഞ് പുറത്തു വരുന്നത്. സ്നേഹം ആരും കണ്ടുപിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ലവ് ഈസ് ഗോഡ് ഈസ് ലവ് എന്ന് പറയും. ലവ് ഈസ് ബോൺ ടു വിർജിൻ കോൺഷ്യസ്നസ്. യുവർ ലവ് ഹാസ് കം ഫ്രം വിർജിൻ. അത് പല കഥകളുടെ രൂപത്തിലും സിംബോളിക്കായിട്ടും കേൾക്കുന്നത് തന്നെ ഇവിടെയും സത്യമാണ്. ഇനി നമുക്കൊരു ചെറിയ മെഡിറ്റേഷൻ ചെയ്യാം. ഒരു വളരെ ഷോർട്ട് മെഡിറ്റേഷൻ. കുറെ കാര്യങ്ങൾ ഇന്റലക്ച്വൽ കിടന്നു. ഇനി നമുക്ക് കുറച്ച് ഒന്ന് റിലാക്സ് ചെയ്യാം. കണ്ണുകൾ അടയ്ക്കാം. ദീർഘശ്വാസം എടുക്കാം. ശ്വാസം സാവകാശം പുറത്തേക്ക്. വീണ്ടും ഒരു ദീർഘശ്വാസം എടുത്ത് ശ്വാസകോശം നിറയട്ടെ. ശ്വാസം മുഴുവനായി പുറത്ത് വിട്ടുകൊണ്ട് ശരീരം ഒന്ന് അയച്ചു വെക്കാം. നിങ്ങളുടെ മുഴുവൻ ശരീരവും അയഞ്ഞിരിക്കട്ടെ. നിങ്ങളുടെ ഭാരം മുഴുവൻ ഇരിക്കുന്ന കസേരയില് അല്ലെങ്കിൽ തറയിൽ എവിടെയാണോ അവിടേക്ക് ഇറക്കി വെക്കുന്നതായി സങ്കല്പിക്കും. ശ്വാസത്തിൽ ഒന്നുകൂടി ശ്രദ്ധിക്കാം. ഉള്ളിലേക്ക് വരുന്ന ശ്വാസം ശരീരത്തിന് ഊർജം നൽകുന്നു. പുറത്തേക്ക് പോകുന്ന ശ്വാസം ശരീരത്തിന് വിശ്രമം നൽകുന്നു. ഓരോ ശ്വാസത്തിലും ഈ പ്രതിഭാസം, ഈ ഫിനോമിനൻ ശ്രദ്ധിക്കാം. ഇൻകമിംഗ് ബ്രത്ത് ഈസ് എനർജൈസിങ് യു. ഔട്ട് ഗോയിങ് ബ്രത്ത് ഈസ് റിലാക്സിങ്. രണ്ട് കാൽപാദങ്ങളും ശ്രദ്ധിക്കാം. ബോത്ത് യുവർ ഫീറ്റ്. പുറത്തേക്ക് പോകുന്ന ശ്വാസത്തോടൊപ്പം രണ്ട് കാലുകളും കൂടെ റിലാക്സ് ചെയ്ത് വെക്കാം. കാൽമുട്ടുകൾ, തുടകളിൽ ശ്രദ്ധിക്കാം. ഇടുപ്പിൽ, അരക്കെട്ടിൽ ശ്രദ്ധിക്കാം. ദീർഘശ്വാസം എടുക്കാം. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് രണ്ട് കാലുകളും മുഴുവനായി റിലാക്സ് ചെയ്ത് വെക്കാം. അടിവയറിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാം. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. നാഭി, നേവൽ, മേൽവയർ, സ്റ്റൊമക്, നെഞ്ച്, ചെസ്റ്റ്. ശ്വാസം എടുക്കുമ്പോൾ നെഞ്ച് വികസിക്കുന്നു. ശ്വാസം വിടുമ്പോൾ നെഞ്ച് സങ്കോചിക്കുന്നു. വലത്തെ തോളും കൈയും ഇടത്തെ തോളും കൈയും. കഴുത്തും തൊണ്ടയും. മുഖം, നെറ്റി ഒന്ന് റിലാക്സ് ചെയ്ത് വെച്ചോളൂ. പുരികങ്ങൾ, കണ്ണുകൾ അടഞ്ഞ് റിലാക്സ് ചെയ്തിരിക്കുന്നു. ചുണ്ടുകളിൽ ഒരു ചെറിയ പുഞ്ചിരി വെക്കാം. പുഞ്ചിരിയോടുകൂടി മുഖത്തിന് നല്ല വിശ്രമം കൊടുക്കാം. തലയുടെ മേൽഭാഗത്തേക്ക് ലഘുവായിട്ട് ശ്രദ്ധിക്കാം. A gentle attention to the top of the head.
ഒരു ദീർഘശ്വാസം എടുക്കാം. ലോങ് ഡീപ് ബ്രെത്ത് ഇൻ. ശ്വാസം പുറത്തു വിട്ടുകൊണ്ട് മുഴുവൻ ശരീരവും നല്ലവണ്ണം റിലാക്സ് ചെയ്യുക. Once again, breathe in, breathe out, and relax even more. മനസ്സിലെ ചിന്തകളെ ഒന്ന് ശ്രദ്ധിക്കാം. ചിന്തകളെ തടയാൻ ശ്രമിക്കരുത്. Do not try to stop your thoughts. Just observe. ഭാവിയിലും ഭൂതത്തിലും ഓടി നടക്കുന്ന മനസ്സിനെ ഈ നിമിഷത്തിൽ കൊണ്ടുവരാനായി ഈ നിമിഷത്തിലേക്ക് ശ്രദ്ധിക്കാം. എല്ലാ ചിന്തകളെയും സ്വീകരിക്കാം. Accept all your thoughts and relax. നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ചിന്തകളുമായി രമ്യതയിലായിരിക്കുകയാണ്, പൊരുത്തപ്പെട്ടിരിക്കുക. ദീർഘശ്വാസം എടുക്കാം, ശ്വാസം പുറത്തുവിടാം. മനസ്സിന്റെ ഇപ്പോഴത്തെ ഭാവങ്ങളെ ഒന്ന് ശ്രദ്ധിക്കാം. സുഖകരമായ വികാരങ്ങളോ അല്ലാത്ത വികാരങ്ങളോ വിരസമായ വികാരങ്ങളോ എന്തുമാകട്ടെ അവയെ നിരീക്ഷിക്കാം. എല്ലാ ഭാവങ്ങളെയും സ്വീകരിച്ചുകൊണ്ടിരിക്കാം. ഒന്നിനെയും തടയേണ്ടതില്ല. ഡു നോട്ട് റെസിസ്റ്റ് യുവർ ഫീലിങ്സ്.
യു ആർ പീസ് ആൻഡ് ജോയ്. ശാന്തമാണ്, ആനന്ദമാണ്. വീണ്ടും ഒരു ദീർഘശ്വാസം എടുക്കാം. ശ്വാസം പുറത്തു വിട്ടുകൊണ്ട് കൂടുതൽ വിശ്രമത്തിലിരിക്കാം. മനസ്സിന്റെ ഇപ്പോഴുള്ള ഭാവങ്ങളൊന്ന് ശ്രദ്ധിക്കാം. മനസ്സിലുള്ള ഇപ്പോഴുള്ള ചിന്തകൾ ശ്രദ്ധിക്കാം. ശരീരത്തിലുള്ള സംവേദനങ്ങൾ, സെൻസേഷൻ ശ്രദ്ധിക്കാം. തരിപ്പോ മരവിപ്പോ ചൂടോ തണുപ്പോ എന്ത് സെൻസേഷൻസ് ഉണ്ടെങ്കിലും ശ്രദ്ധിക്കാം. വീണ്ടും ഒരു ദീർഘശ്വാസം എടുക്കാം. ശ്വാസം പുറത്തു വിട്ടുകൊണ്ട് ചുറ്റുപാടുകളെ കുറിച്ചും ബോധമുള്ളവരാകാം, ഇരിക്കുന്ന റൂമിനെ കുറിച്ചും. വീണ്ടും ഒരു ശ്വാസം എടുക്കാം. ശ്വാസം പുറത്തു വിട്ടുകൊണ്ട് സാവകാശം കണ്ണുകൾ തുറക്കാം. ഇന്ന് നമ്മള് ഒരു തിയറിറ്റിക്കൽ ലെവലിലാണ് സംസാരിച്ചത്, ജ്ഞാനത്തിന്റെ ഭാഗം. നാളെ നമുക്ക് എക്സ്പീരിയൻഷ്യൽ ലെവലിൽ ചെയ്യാം, കുറച്ചുകൂടെ നേരിട്ടുള്ള അനുഭവത്തിന്റെ രീതി. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഇപ്പം ചോദിക്കാം, അവൈലബിൾ. ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെ കുറിച്ചോ മനസ്സിനെ കുറിച്ചോ ഉള്ള എന്ത് യോഗയെ കുറിച്ചൊക്കെ ചോദിക്കും. നമ്മളിപ്പോ പറഞ്ഞത് ആ മനസ്സിന്റെ 5 ഭാവങ്ങൾക്ക് അപ്പുറത്തേക്ക് പോകാൻ വേണ്ടിയുള്ള ഒരു എന്തെങ്കിലും ആ ലൈനിലായിരുന്നോ? അതാണ് യോഗ എന്ന് പറയുന്നത്. യോഗ എന്ന് പറഞ്ഞാൽ ചിത്തവൃത്തി യോഗ ചിത്തവൃത്തി നിരോധാന്ന് എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ ഈ 5 വൃത്തികളെ ഒന്ന് മയപ്പെടുത്തി അല്ല നിരോധിക്കുന്നതിനാണ് യോഗ എന്ന് പറയുന്നത്. എന്റെ യോഗശാസ്ത്രം അതൊരു ഏൻഷ്യൻ സയൻസ് ആണ്. അപ്പൊ അതിന്റെ എല്ലാ പദ്ധതികളും ഈ ഒരു ലക്ഷ്യത്തെക്കുറിച്ചുള്ളതാണ്. അതില് പല ഇതുണ്ട്, ആസനങ്ങൾ അല്ലെ ശരീരത്തിന് ചില പോസ്റ്റേഴ്സ് എടുക്കുക, അപ്പം അതുവഴി ശരീരം സെറ്റിലാക്കാം. പിന്നെ പ്രാണായാമം നമ്മുടെ ശ്വാസപ്പൊക്കെ വഴി എനർജൈസ് ചെയ്യുമ്പോഴും മനസ്സ് സെറ്റിലാക്കാൻ സഹായിക്കും. ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, നമ്മൾ കുറച്ചൊരു വിഡ്രോവൽ, ചുറ്റുമുള്ളതിൽ നിന്നൊക്കെ വിഡ്രോ ചെയ്യുന്നതിന് പ്രത്യാഹാരം. പിന്നെ ധാരണ, ടെമ്പററി ആയിട്ട് ചില ശരീരത്തിലൊക്കെ അവിടെ ഒരു അറ്റൻഷൻ കൊടുത്ത് ചെറിയ അറ്റൻഷൻ അല്ലെ ഫോക്കസ് ടെമ്പററി ആയിട്ട് കൊടുക്കുന്നു. അത് കഴിഞ്ഞാൽ ധ്യാനം മെഡിറ്റേഷനാണ്. മെഡിറ്റേഷനെ കുറിച്ചുള്ള ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഇപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞ മനസ്സിലായില്ല. മെഡിറ്റേഷൻ ശരിക്കും നമ്മുടെ ബോധം ഒരു ധാരയായിട്ട് ഒരു എണ്ണ ഒഴുകുന്ന പോലെ, വെള്ളം ഒഴുകുമ്പോൾ തുള്ളിയായിട്ടാണ് വീഴുന്നത്. എണ്ണ ഒഴുകുന്ന ഇങ്ങനെ ഒറ്റ ലൈനായിട്ടാണ്, സ്ട്രീം ലൈൻ ഫ്ലോ. അതുപോലെ മനസ്സ് നിൽക്കുന്ന അവസ്ഥയ്ക്കാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. പിന്നെ സമാധി എന്ന് പറഞ്ഞാൽ വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്, അത് മെഡിറ്റേഷന്റെ ഒരു എഫക്റ്റ് ആണ്. ഇതൊക്കെയാണ് ഇതിനു മുമ്പ് ആദ്യം രണ്ടെണ്ണമുണ്ട്, യമ നിയമം. അതായത് ചില ഡിസിപ്ലിൻസ് ഉണ്ട്. യമം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചില റിസ്ട്രെയിൻസ്, അഹിംസ, സത്യം എന്നൊക്കെ പറയും, അങ്ങനെ ചില മര്യാദകൾ. അതൊക്കെ ചെയ്യുമ്പോഴാണ് ഇതൊക്കെ കൂടുതൽ എഫക്റ്റീവ് ആകുന്നത്. പിന്നെ നിയമങ്ങൾ എന്ന് ചില ഡൂസ്, ശൗചം, സന്തോഷം, തപസ്, സ്വാധ്യായം, ഈശ്വര പ്രണിധാനം എന്ന് പറയും. അതായത് നമ്മൾ ശരീരത്തെ മനസ്സിനെ വൃത്തിയാക്കി വെക്കുക, ബോധപൂർവ്വം സന്തോഷപൂർവ്വം ജീവിക്കുക. പിന്നെ ബുദ്ധിമുട്ടുകൾ അല്ല പ്രശ്നങ്ങൾ വരുമ്പോൾ അതിൽ കൂടെ അതിനെ നിന്ന് അക്സെപ്റ്റ് ചെയ്ത് പോകുക, അതിനാണ് തപസ് എന്ന് പറഞ്ഞാൽ. സ്വാധ്യായം പറഞ്ഞാൽ സെൽഫ് എഡ്യൂക്കേഷൻ, അവനെ വാച്ച് ചെയ്യുക, അവനെ പഠിക്കുക. ഈശ്വര പ്രണിധാനം പറഞ്ഞാൽ നമ്മുടെ എന്താണ് നമ്മുടെ
നമ്മളെക്കാൾ വലിയ ഒരു എലമെന്റ് നമ്മുടെ ജീവിതത്തിനെ ബാധിക്കുന്ന ആ വലിയ ബുദ്ധി, ആ ബുദ്ധിക്ക് സറണ്ടർ ചെയ്ത് ജീവിക്കുന്നില്ല. അതുപോലെ യമം എന്ന് പറഞ്ഞാൽ സത്യം എന്ന് പറഞ്ഞാൽ ഇന്റേണൽ ഓണസ്റ്റി. കോടതി പറയുന്ന സത്യമോ അല്ലെങ്കിൽ അങ്ങനത്തെ അർത്ഥത്തിലല്ല. നമ്മളൊരു അവനവനെ പറ്റിക്കരുത്. അതായത് ഒരു ഇന്റഗ്രിറ്റി ഇല്ലാത്ത ജീവിതത്തിൽ ഒരിക്കലും യോഗം ഉണ്ടാകത്തില്ല. അപ്പം അഹിംസ എന്ന് പറഞ്ഞാൽ ബോധപൂർവ്വം നമ്മൾ ആർക്കും നാശം ഉണ്ടാക്കാൻ ശ്രമിക്കില്ല. എന്ന് വെച്ചാൽ നിങ്ങൾ പടയാളി യുദ്ധത്തിനൊക്കെ പോവുകയാണെങ്കിൽ അവിടെ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. അവിടെ ശത്രുത കൊണ്ടല്ല, കാര്യം ഭംഗിയായി നടക്കാൻ വേണ്ടി നിങ്ങളുടെ ഫംഗ്ഷൻ ചെയ്യുന്നതാണ്. അപ്പം ഒരു പോലീസുകാരൻ രാത്രി എടുത്ത് വീശാൻ ഓർഡർ ഇട്ടാൽ രാത്രി എടുത്ത് വീശുന്ന ഹിംസയൊന്നുമല്ല. പക്ഷേ അയാൾ ചുമ്മാ ഒരാളെ ഒന്ന് ഒതുക്കാൻ വേണ്ടി തള്ളുകയാണെങ്കിൽ അത് ഹിംസ തന്നെയാണ്. അപ്പം അഹിംസ, പിന്നെ അസ്തേയം, ബ്രഹ്മചര്യ, അപരിഗ്രഹം. അസ്തേയം എന്ന് പറഞ്ഞാൽ നമ്മള് മറ്റുള്ളവരുടെ പ്രശസ്തിയോ മറ്റുള്ളവരുടെ വസ്തുവോ അങ്ങനെയൊക്കെയുള്ളത് മോഹിക്കാതിരിക്കുക, അല്ല അതിനൊന്നും കണ്ണുവെക്കാതിരിക്കുക, അധ്വാനിച്ച് മാത്രം സമ്പാദിക്കുക. ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാല് നമ്മള് എന്താണോ ജീവിതത്തിൽ പ്രധാനം എന്ന് നമുക്ക് തോന്നുന്നു അതിന് തന്നെ പ്രയോറിറ്റി കൊടുക്കാമെന്ന അർത്ഥം. പ്രായോഗികമായിട്ട് പലരും പല അർത്ഥങ്ങൾ പറയാനുണ്ട്. പക്ഷെ യോഗത്തിലെ അർത്ഥം ഇതാണ്: വാട്ട് യു വാണ്ട് ടു എയിം, വാട്ട് ഇസ് യുവർ എയിം ഇൻ യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പൊ എന്താണ് നിങ്ങൾ ലക്ഷ്യമാക്കുന്നത്, അത് എന്തിനെ അറിയാനാണോ അതിന് പ്രയോറിറ്റി കൊടുക്കുക. അപ്പം ബ്രഹ്മചര്യം. അതിനുവേണ്ടി എല്ലാം ഓർഗനൈസ് ചെയ്യുമ്പോൾ ബാക്കിയൊക്കെ ഭംഗിയായി വന്നോളൂ. പിന്നെ അപരിഗ്രഹം എന്ന് പറയും. അപരിഗ്രഹം പറഞ്ഞാൽ ആരെങ്കിലും സമ്മാനിച്ചൊക്കെ ചാടിക്കറി വാങ്ങിക്കാതിരിക്കുക. ആരെങ്കിലും ചീത്ത വിളിച്ചാൽ അതുപോലെ നമ്മൾ സ്വീകരിക്കേണ്ട, അവർ പറഞ്ഞിട്ട് പോട്ടെ. ആരെങ്കിലും അർഹിക്കാത്ത പുകഴ്ത്തിൽ വരുമോ ഒരു സമ്മാനം കൊണ്ട് തരുമെന്ന് ഒന്ന് പൊങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. യു ലീവ് ഇൻ ഇന്റഗ്രിറ്റി ആൻഡ് ഓണസ്റ്റി. ഈ ക്വാളിറ്റീസ് ഒക്കെ ഹെൽപ്ഫുൾ ആണ്. ഇതെല്ലാം ഉണ്ടെങ്കിൽ യോഗ ചെയ്യാൻ തുടങ്ങണമെന്നൊന്നുമില്ല, അതൊക്കെ ഒന്നിച്ചു പോവാം. പക്ഷെ ഇങ്ങനെയുള്ള ഈ 5 ഗുണങ്ങളും 5 നിർബന്ധങ്ങളും അല്ലെങ്കിൽ റിസ്ട്രെയിൻസും കൂടി ചേർന്നാണ് യമനിയമങ്ങൾ. പിന്നെ ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി, ഇതെല്ലാം കൂടെ ചേർന്നതിനാണ് അഷ്ടാംഗ യോഗം എന്ന് പറഞ്ഞാൽ. യോഗത്തിന്റെ പദ്ധതി ഇതാണ്. ഇതൊക്കെ കുറേശ്ശെ എല്ലാം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ വലിയ മാറ്റം ഉണ്ടാക്കാം. പിന്നെ ഇതെല്ലാം ഒരു ഇത്തിരി കാലം കൊണ്ട് പഠിച്ചിട്ട് ചെയ്യണം അങ്ങനെയൊന്നുമില്ല. ഇതൊക്കെ വിചാരിക്കുന്നതൊക്കെ ഫാസ്റ്റ് ആണ് എന്റെ റിസൾട്ട്. ഇത് ഓരോന്നും പ്രാക്ടീസ് ചെയ്യുന്നതിനെ കൊണ്ട് മറ്റു ഗുണങ്ങളും പ്രായോഗിക ജീവിതത്തിൽ വരും. അതൊക്കെ വിശദമായിട്ട് യോഗസൂത്രത്തിൽ വിശദമായിട്ടല്ല സൂചനകളും ഉണ്ട്, പക്ഷെ എല്ലാ ആസ്പെക്റ്റും ടച്ച് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ചെയ്യാൻ മുതിരുന്ന ആൾക്ക് എന്തെല്ലാം തടസ്സങ്ങൾ ഉണ്ടാകാം, അതൊക്കെ എങ്ങനെ അതിജീവിക്കാം, ഇതിനൊക്കെയുള്ള പരിഹാരങ്ങളെല്ലാം നല്ല തറവ് സൈക്കോളജിക്കൽ ടെക്സ്റ്റ് ആണ്. പക്ഷെ അതൊന്നും പഠിച്ചിട്ടേ എനിക്ക് യോഗയോളം അങ്ങനെയൊന്നുമില്ല. ഇതിനൊക്കെ വൈദഗ്ധ്യമുള്ള ഒരു മാസ്റ്ററിന്റെ അടുത്ത് കുറച്ച് സിമ്പിൾ പ്രാക്ടീസ് ചെയ്താൽ തന്നെ വലിയ ഒരു ഡെപ്ത് ജീവിതത്തിൽ ഉണ്ടാവും. അതാണ് ധ്യാനം പഠിക്കാൻ ഈ യോഗസൂത്രം മുഴുവൻ പഠിച്ച ആൾക്ക് ധ്യാനം ചെയ്യാവുന്നൊന്നുമില്ല. ഒരു 2 മണിക്കൂർ വെച്ച് 3 ദിവസം കൊണ്ട് ധ്യാനം പഠിപ്പിക്കാണ് ഞങ്ങളുടെ ഒരു കോഴ്സിൽ, മെഡിറ്റേഷൻ കോഴ്സ് ഉണ്ട്. 3 ദിവസം മതി, 1.5 മണിക്കൂർ മതി, മാക്സിമം 2 മണിക്കൂർ. ആൾക്ക് തന്നെ ധ്യാനിക്കാനുള്ള സ്കില്ലായി. ഭയങ്കര ഒരു അത്ഭുതമായ പവറാണ് തന്നെ ധ്യാനിക്കാൻ കഴിയാന്ന് പറഞ്ഞാൽ. എപ്പോ എവിടെ ഇരുന്ന് നമുക്ക് കണ്ണടിച്ച് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ധ്യാനത്തേക്ക് പോയി ആഴത്തേക്ക് പോയി മനസ്സ് സെറ്റിലാക്കാൻ പറ്റും. അപ്പൊ യോഗസൂത്രം പഠിച്ചോ ഇല്ല എന്നാലും ചെയ്യാം. ഇപ്പൊ മുലപ്പാലിൽ എന്തൊക്കെ ഘടകങ്ങളുണ്ട്, അതിന് എന്തെല്ലാം ന്യൂട്രീഷ്യസ് വാല്യൂ ഉണ്ടെന്ന് അറിയാതെ ഒരു കുഞ്ഞ് മുല കുടിച്ചാലും അതിന് ഫലം ഉണ്ടാകില്ല അല്ലെ? അതുപോലെ എല്ലാം അറിഞ്ഞിട്ട് ചെയ്യണം നിർബന്ധമില്ല. പക്ഷെ അതിനെ അറിയുന്ന ഒരാൾ അതിനകത്ത് വില മതിക്കും, അതിന് താല്പര്യം കാണിക്കുന്നുള്ള വ്യത്യാസം. അതൊരു ലഘുവായ മെഡിറ്റേഷൻ ആണ്. മെഡിറ്റേഷന് പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു ചെറിയ മെഡിറ്റേഷൻ ചെയ്താൽ നമ്മുടെ അറ്റൻഷൻ നമ്മുടെ മനസ്സിനെയും വികാരങ്ങളൊക്കെ കൊണ്ടുപോയി ശരീരത്തിലേക്ക് കൊണ്ടുപോയി കഴിയുമ്പോൾ ആ അറ്റൻഷൻ കൊണ്ടുപോകുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് സെറ്റിൽ ആവും. അപ്പൊ നമുക്ക് കുറച്ച് ശാന്തമായിരിക്കാം. നമ്മൾ എത്ര നേരം ഇരുന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റും വാച്ച് നോക്കാതെ. ആ മെഡിറ്റേഷൻ എത്ര നേരം ഉണ്ടായിരുന്നു? 15 മിനിറ്റ്. 15 മിനിറ്റ്. വേറെ ആർക്കും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? 10-15 കേട്ടു. വേറെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, എവിടെയോ മെഡിറ്റേഷന്റെ എവിടെയോ നിങ്ങൾക്ക് സമയബോധം പോയതായിട്ട് നഷ്ടപ്പെട്ടായിട്ട് തോന്നിയിട്ടുണ്ടോ? ഓക്കെ, അതാണ് എനിക്ക് പറയാനുള്ളത്. സമയബോധം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴോ നമ്മുടെ ആ തുരിയ അവസ്ഥ, 4th സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നസിൽ ഒന്ന് ടച്ച് ചെയ്തിട്ടുണ്ട്. അത് വിശദമായിട്ട് നാളെ നമുക്ക് മനസ്സിലാക്കാം. അപ്പം അതാണ് ഈ നമ്മുടെ ഒരു ഡീപ്പർ ഡിസ്കവറി അതിനകത്ത് മെഡിറ്റേഷൻ വഴി ഉണ്ടാകുന്നത്. അപ്പൊ അതിൻ്റെതായ എഫക്റ്റ് ഉണ്ടാവും. ഇന്ന് മെഡിറ്റേഷൻ ചെയ്തു,
ഇടയ്ക്ക് എപ്പോഴോ തുര്യാവസ്ഥ ഫോർത്ത് സ്റ്റേറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള ജീവിതത്തിൽ അതിൻ്റെതായ ഇമ്പാക്റ്റ് ഉണ്ടാവും, അതിൻ്റെതായ ഗുണം ഉണ്ടാവും. ബാക്കി വിശദകാര്യങ്ങൾക്ക് നമുക്ക് നാളെ സംസാരിക്കാം. ഓക്കെ, എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ആർക്കെങ്കിലും മെഡിറ്റേഷന്റെ ഇടയ്ക്ക് നമ്മുടെ ചിന്തകളെ ഈ നിമിഷത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞു ഇടയ്ക്ക്. അപ്പൊ ഈ നിമിഷത്തെ കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ ചിന്തിക്കണം എന്നാണോ ഉദ്ദേശിച്ചത്? ഈ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നതിനെ പറ്റി ചിന്തിക്കണോ? അങ്ങനെ ഈ നിമിഷത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചത്? നമ്മുടെ മെഡിറ്റേഷന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻസ് കേൾക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ വേണ്ടിയല്ല, ആ ഇൻസ്ട്രക്ഷൻ കേൾക്കുമ്പോൾ തന്നെ സംഭവിക്കുകയായിരുന്നു. മെഡിറ്റേഷൻ ഈസ് ഹാപ്പനിങ്, മെഡിറ്റേഷൻ ഈസ് നോട്ട് ഡൺ എന്ന് പറഞ്ഞാല് നമ്മളൊരു എഫോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വിപരീത ഫലം ഉണ്ടാവും. അയ്യോ, മനസ്സ് ഇപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവരണത് എന്ത് ചെയ്യണം എന്നൊക്കെ നമ്മൾ ആലോചിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. അത് കേൾക്കുമ്പം സ്വാഭാവികമായിട്ടൊരു മനസ്സിന് റെസ്പോൺസ് ഉണ്ടാവും. ആ റെസ്പോൺസ് ഓട്ടോമാറ്റിക് ആണ്, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. മെഡിറ്റേഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് എഫോർട്ട് ഇല്ലാതെയാണ് കൂടെ എഫക്റ്റീവ് ആകുന്നത്. മനസ്സിന്റെ ഇത് കൊണ്ട് എന്ത് നേടണമെങ്കിലും എഫോർട്ടില്ല. അപ്പൊ നമ്മൾ ഈ നിമിഷത്തിൽ ചിന്തിക്കാനായിട്ട് ശ്രമിക്കാമെങ്കിൽ അതിനകത്തൊരു എഫോർട്ട് ഉണ്ട്. ആ എഫോർട്ട് അത്ര ആവശ്യമുള്ള കാര്യമല്ല. ലഘുവായിട്ട് ഇങ്ങനെ ഈ നിമിഷത്തിൽ കൊണ്ടുവരികയാണ് നമ്മുടെ ലക്ഷ്യം എന്നുള്ള ഒരു ഓർമ്മ വരുമല്ലോ, അത്രേ ഉള്ളൂ. എഫോർട്ട്ലെസ് എഫോർട്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ നമ്മൾ തന്നെത്താൻ മെഡിറ്റേറ്റ് ചെയ്യാനുള്ള ഒരു സ്കിൽ ഡെവലപ്പ് ചെയ്യാണ്ട് ഒരു ഇന്റിമേറ്റ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് ആവശ്യമാണ്. അത് കുറച്ച് സമയം മതി. പക്ഷെ അത് നമ്മൾ ഇങ്ങനെ ഒരു ലെക്ചർ പ്രോഗ്രാമിൽ അത് ചെയ്യാൻ സാധിക്കില്ല. കാരണം അത് അത്ര ഒരു ഡീപ്പ് കണക്ഷൻ അതിനകത്ത് ഉണ്ടാവില്ല. ടീച്ചറും സ്റ്റുഡന്റും ആയിട്ടുള്ള ഒരു ഡീപ്പർ കണക്ഷനിലൂടെ അതൊക്കെ ആ സ്കില്ല് വരുള്ളൂ. നമ്മുടെ മനസ്സില് നമ്മുടെ ആക്ഷൻ കൊണ്ട് സംഭവിച്ച എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം അത് തന്നെ എപ്പോഴും നമ്മുടെ മനസ്സിനെ മതിക്കുകയാണെങ്കിൽ അതിനെ കുറ്റബോധം എന്ന് മുഴുവൻ പറയാൻ പറ്റില്ല. നമുക്ക് എന്തെങ്കിലും നഷ്ടങ്ങൾ ഉണ്ടായതോ അല്ലെങ്കിൽ ഇതോ നമ്മൾ ചെയ്ത നമ്മുടെ ഒരു ആക്ഷൻ കൊണ്ടാണല്ലോ അത് സംഭവിച്ച് റിഗ്രറ്റ് ഒക്കെ ആകാം. അത് തന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് ഇത് മനസ്സിൽ വന്നുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അതിനെ എങ്ങനെ ഓവർകം ചെയ്യാം? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മള് അതിനെ ഇപ്പൊ അങ്ങനെ മനസ്സിൽ ആ ഓർമ്മ വരുന്നുണ്ടെങ്കിൽ, ഈ റൈറ്റ് നൗ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് തിരിഞ്ഞാലോചിക്കാം. അത് ആ അബദ്ധം കാണിച്ച വ്യക്തിയാണോ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത്? അല്ല. അന്ന് ആ ചെയ്തത് അറിവില്ലായ്മ കൊണ്ടോ എന്തെങ്കിലും ഇമ്പൾസ് കൊണ്ടോ എന്തെങ്കിലും വികാരങ്ങൾ കൊണ്ടോ ചിന്തിക്കാതിരുന്നുകൊണ്ടോ എന്തോ കാരണത്താൽ അന്ന് അങ്ങനെ ചെയ്തു. ഇന്ന് അതിനെ തിരിഞ്ഞാലോചിക്കുമ്പം അങ്ങനെ വേണ്ടായിരുന്നു എന്ന് ചിന്തിക്കുന്നയാള് അതേ വ്യക്തിയാണോ? അല്ല. അത് വേറൊരു ബോധമാണ്, വേറൊരു മനസ്സാണ് ഇപ്പം ചിന്തിക്കുന്നത്, അന്നത്തെ മനസ്സല്ല. അപ്പൊ ആ മനസ്സ് കഴിഞ്ഞു, ദാറ്റ് ഇസ് ഗോൺ. ഇപ്പോൾ വേറെ വ്യക്തിയാണ്. ഈ വ്യക്തിക്ക് പ്രശ്നമില്ല, ആ വ്യക്തിക്കേ പ്രശ്നമുള്ളൂ. ആ വ്യക്തി കഴിഞ്ഞു, ഫിനിഷ്ഡ്, ഡെഡ്, ഗോൺ. ഇതാണ് അതിനെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കേണ്ട രീതി. പിന്നെ ഒരു ടെക്നിക്ക് എന്നതിലൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഇങ്ങനെ ഓർമ്മ വരുന്ന ഒരു കൊച്ചുകുട്ടി പറയുകയാണെങ്കിൽ ആ കുട്ടിയോട് നമുക്ക് ഇങ്ങനെ ഉപദേശിച്ചു കൊടുത്താൽ മനസ്സിലാവില്ല. അത്രയും മാനസിക വികാസമായിട്ടില്ലാത്തൊരു കുട്ടിയാണെങ്കിൽ കുട്ടിയോട് പറയണം, ശരി നീ അത് തന്നെ ആലോചിക്കാതിരുന്നേന്ന് പറയും. വിട്ടുകളയത്, അത് തന്നെ ആലോചിക്കും. ഇന്നലത്തെ അത് സംഭവിച്ചു വീണ്ടും ഓർക്കുക. വേറെ ഒരു കാര്യമില്ല, ഒരു 5 മിനിറ്റ് തന്നെ ആലോചിച്ചോണ്ടിരിക്കാൻ പറയുക. പെട്ടെന്ന് ആ ചിന്ത വിട്ടുപോകും, മനസ്സ് സ്വസ്ഥമാകും. സ്വസ്ഥമായില്ല, അറ്റ്ലീസ്റ്റ് ആ വിഷയത്തിൽ ഫോക്കസ് ചെയ്യാനുള്ള ടെൻഡൻസി. എന്തിനാണോ നമ്മൾ ബലം പ്രയോഗിക്കുന്നത് അതിനെതിരായിട്ട് മനസ്സ് പ്രവർത്തിക്കും. ഇപ്പൊ നമ്മള് കണ്ണടച്ചിട്ട് ആലോചിക്കും. ഒരു നിമിഷത്തേക്ക് എല്ലാവരും എന്ത് വേണേ ചിന്തിച്ചു, നിങ്ങളെല്ലാവരും കണ്ണടച്ചിട്ട് എന്ത് വേണേ ചിന്തിച്ചു. പക്ഷേ ഒരു പച്ച നിറത്തിലുള്ള കുരങ്ങൻ ഒരു തൊപ്പി ഇട്ടിട്ട് ചാടുന്നത് മാത്രം ഇനി ചിന്തിക്കരുത്. ബാക്കി എന്ത് വേണേ ചിന്തിച്ചു. എന്താണ് ചിന്തയിൽ കിടക്കുന്നത് എപ്പോഴെന്ന് ശ്രദ്ധിക്കുക. മുമ്പേ പറഞ്ഞ കഥാപാത്രം വരുന്നുണ്ടോ മനസ്സിൽ? ഇനി കണ്ണു തുറന്നോളൂ. ഞാൻ പറഞ്ഞ മനസ്സിൽ പിടികിട്ടിയോ? ആ കുരങ്ങനെ ഓർമ്മയെ വീണ്ടും വീണ്ടും വന്നോ? രണ്ടു തവണ വന്നു. ഞാൻ അധികം നേരെ എടുക്കാതെ പെട്ടെന്നാ പറഞ്ഞു, അതുകൊണ്ട് അതിന്റെ ഇമ്പാക്ട് കുറച്ചേ ഉള്ളൂ. ശക്തമായിട്ട്
ഇമ്പോസ് ചെയ്യാൻ നിൽക്കണം. ആ ചിന്തിച്ചേക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ ചിന്ത വരും. ഇത് മനസ്സിന്റെ ഒരു കളിയാണ്. അപ്പൊ നമ്മൾ ആ ചിന്ത വരുന്നല്ലോ, എനിക്ക് ഇതിൽ നിന്ന് പുറത്ത് വരണമല്ലോ എന്ന് കഴിഞ്ഞാൽ നമ്മൾ സ്ട്രഗിൾ ചെയ്യുമ്പം വാട്ട് എവർ യു റെസിസ്റ്റ് ഇറ്റ് വിൽ പെർസിസ്റ്റ്. ഇത് ആണ് കൊണ്ടാണ് നമുക്കത് കൂടുതൽ ബുദ്ധിമുട്ടായി തീരുന്നത്. ഇപ്പൊ സ്റ്റേജ് ഫ്രൈറ്റ്, ആൾക്കാർക്ക് സ്റ്റേജിൽ കയറി സംസാരിക്കാൻ ഭയം തോന്നി. ഒരു നിമിഷത്തേക്ക് ഭയമൊക്കെ തോന്നി, അയാളെ മറന്നങ്ങ് സംസാരിച്ചു കഴിഞ്ഞാൽ പ്രശ്നം തീരും. ചെയ്യില്ല. അയ്യോ ഭയം തോന്നുന്നല്ലോ, ഇത് മാറ്റണമല്ലോ എന്ന് പറഞ്ഞ് സ്ട്രഗിൾ ചെയ്യുമ്പോഴാണ് അത് കൂടുതൽ നേരം പെർസിസ്റ്റ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ടാണ് ആ വിഷയത്തിൽ തന്നെ അത് വരട്ടെ, ചിന്ത അങ്ങോട്ടെ, എംബ്രേസ് ദാറ്റ് തോട്ട്. ഈ ചിന്തയുള്ള എന്നെ ശല്യപ്പെടുന്നത് നോക്കട്ടെ, എങ്ങനെ വരുന്നത് വരട്ടെ, അത് വന്നാൽ എന്താ സംഭവിക്കും നോക്കട്ടെ എന്ന രീതിയിൽ നിന്ന് കഴിയുമ്പോഴത്തെ ആ ചിന്ത അങ്ങ് ചുരുങ്ങി പോയിക്കോളും. സമയം ഒത്തിരി ആയി, എങ്കിലും ഒരു കഥ ഓർമ്മയുണ്ട്, സമയം ഉണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ നാളെ പറയാം. നമ്മൾ എന്തിനെ ഭയക്കുന്നോ, എതിർക്കുന്നോ, ഒതുക്കാൻ ശ്രമിക്കുന്നോ, അത് പെരുകും, അത് വളരും. ഓക്കെ, താങ്ക് യു. താങ്ക് യു. അതിൽ നിന്ന് മാറാൻ എന്താ ചെയ്യേണ്ടത്? അതാണോ യോഗ? അല്ല, യോഗ എന്നുള്ള ബ്രോഡർ ഇതിലല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ 2 സൊല്യൂഷൻ പറഞ്ഞു. ഒന്ന്, അതിനെ തന്നെ ചിന്തിക്കാൻ ബോധപൂർവ്വം അങ്ങോട്ട് ശ്രമിക്കുക. എംബ്രേസ് ദാറ്റ് തോട്ട്, വെൽക്കം. ആ ചിന്തയെ വേണ്ടാന്ന് വെക്കുന്ന ആ ചിന്ത വരട്ടെ, എന്താ കളിക്കുന്നത് നോക്കാം. അപ്പൊ അതിനെ ഞാൻ ഒരു കഥ പറയാമെന്ന് പറഞ്ഞത്. അതായത് ഒരു കഥയിലുണ്ട്, ഈ പുരാണ കഥയുള്ള കൃഷ്ണനും ബലഭദ്രനും. ബലഭദ്രന് ചേട്ടനാണ്, കൃഷ്ണൻ അനിയൻ, ഈ ഭഗവാൻ കൃഷ്ണൻ. അപ്പൊ ഈ 2 ചേട്ടനും അനിയനും കൂടെ എവിടെയോ കാട്ടിൽ എന്തോ കാര്യത്തിനുണ്ട് പോവാണ്, കാട്ടിൽ കൂടെ പോവാണ്. അപ്പോഴ് രാത്രി ഉറങ്ങണം. അപ്പൊ ഈ വന്യജീവികളും മറ്റു ശല്യങ്ങളും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഒരാൾ ഉറങ്ങുമ്പോൾ മറ്റാൾ ഉണർന്നിരിക്കാൻ, ഒരാൾ വിജിലന്റ്, മറ്റേ ഉറക്കം, അങ്ങനെ പ്ലാൻ ചെയ്തു. അപ്പൊ കൃഷ്ണൻ കിടന്ന് ഉറങ്ങുമ്പോൾ ബലഭദ്രൻ ഉണർന്നിരിക്കുക, ചേട്ടൻ ഉണർന്നിരിക്കുകയാണ്. ആ സമയത്ത് അവിടെ ഏതോ ഒരു ഭൂതം പ്രത്യക്ഷപ്പെട്ടു, ഏതോ ഒരു വനത്തിലെ ഒരു ഈവിൾ സ്പിരിറ്റ് പ്രത്യക്ഷപ്പെടുന്നതാണ് കഥ. ഭൂതം പ്രത്യക്ഷപ്പെട്ടപ്പോഴത്തേക്ക് ബലഭദ്രൻ അതുകൊണ്ട് പേടിച്ചു പോയി. പേടിച്ചപ്പോഴത്തേക്ക് ഭൂതം വലുതായി. അപ്പൊ ബലഭദ്രന് വീണ്ടും പേടിയായി. ഭൂതം വലുതായി കഴിഞ്ഞപ്പോൾ ബലഭദ്രൻ പേടിച്ച് മോഹാലസ്യപ്പെട്ട് ബോധം കെട്ട് വീണുപോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ കൃഷ്ണൻ ഉണർന്ന് നോക്കിപ്പോണ്ട് ഒരു ഭൂതം വന്ന് മുമ്പിൽ നിൽക്കുന്നു. കൃഷ്ണന് വളരെ കൂളായിട്ട്, ഓ നീ ഇതാണോ, നിന്റെ ഇത്രയും വലിപ്പമുള്ളോ നീ വെച്ചപ്പോഴത്തേക്ക് ഭൂതം വീണ്ടും ചെറുതായി. കൃഷ്ണനെ നോക്കിയിട്ട് പറഞ്ഞു, ഓ ഇത്രയേ ഉള്ളോ, അപ്പൊ വീണ്ടും ചെറുതായി. ഇതാണ് കഥ. ഇത് നമ്മുടെ സൈക്കോളജിയെ കുറിച്ചുള്ള കഥയാണ്. നമ്മുടെ ഈ മിത്തോളജിക്കൽ സ്റ്റോറീസ് ഗ്രീക്കിലാണെങ്കിൽ ഇന്ത്യയിലാണെങ്കിൽ നല്ലൊരു പങ്ക് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ആണ്. നമ്മൾ എന്തിനെ റെസിസ്റ്റ് ചെയ്യുന്നോ അത് പെരുകും എന്നുള്ളതാണ് കാണുന്നത്. എസ്പെഷ്യലി ഫിയർ, ഗിൽറ്റ് കോൺഷ്യസ്നസ്, റിഗ്രറ്റ്, ഇങ്ങനെയുള്ള നെഗറ്റീവ് വികാരങ്ങൾ നമ്മൾ റെസിസ്റ്റ് ചെയ്യുമ്പോൾ അത് പെരുകിക്കൊണ്ടിരിക്കും. അതിനെ അങ്ങ് സ്വീകരിച്ചേക്കാം, ഓക്കെ ലെറ്റ് ഇറ്റ് കം, എന്ത് സംഭവിക്കാം, കുറെ കണ്ടതല്ലേ എന്ന മട്ടി ഇരിക്കുമ്പോഴത്തെ അതിങ്ങനെ ചുരുങ്ങിപ്പോകും. പിന്നെ ഗിൽറ്റി കോൺഷ്യസിന്റെ കാര്യത്തിലാണെങ്കിൽ, അല്ലെങ്കിൽ റിഗ്രറ്റിന്റെ കാര്യത്തിലാണെങ്കിൽ, കഴിഞ്ഞു പോയതിനെ കുറിച്ചുള്ള ഇതാണ് പശ്ചാത്താപം ശക്തമായി വരികയാണെങ്കിൽ ഓർക്കുക, അന്ന് ആര് ചെയ്തോ ആ വ്യക്തിയാണ് ഇന്നുള്ളത്. അതിനും ഒരു കഥ പറയാം. പണ്ട് ഒരു മനുഷ്യനായി ഭയങ്കര കോപിഷ്ഠനായിരുന്നു. അയാളുടെ മക്കൾ ആരുണ്ട്, ഈ ശ്രീബുദ്ധന്റെ അടുത്ത് പോയി ശ്രീബുദ്ധന്റെ കൂടെ അങ്ങ് കൂടി. അപ്പം സന്യാസിയെ പോലെ കൂടി. അപ്പൊ ഇയാൾക്ക് ഭയങ്കര വിഷമമായിരുന്നു, എന്റെ മകനെ ഈ ശ്രീബുദ്ധനെ അടിച്ചോണ്ട് പോയി എന്ന് പറഞ്ഞു. അപ്പൊ അയാള് അന്വേഷിച്ച് ശ്രീബുദ്ധൻ എവിടെയാണോ അവിടെ ഓടി വന്നെത്തിയിട്ട് ഒരുപാട് ചീത്ത പറഞ്ഞു. നിങ്ങൾ കുടുംബം കലക്കിയാണ് നിങ്ങൾ എന്റെ മകനെ നശിപ്പിച്ച് മറ്റേതാണ് ഒരുപാട് ചീത്തയൊക്കെ പറഞ്ഞു. ബുദ്ധനൊന്നും കൂസയില്ലാതെ കേൾക്കുന്ന വൈകി ദേഷ്യം കേട്ടിട്ട് ബുദ്ധന്റെ മുഖത്ത് തുപ്പിട്ട് പോയി. അപ്പൊ ശിഷ്യന്മാർക്ക് ചില കോപമൊക്കെ വന്നു. ബുദ്ധൻ പറഞ്ഞ് അടങ്ങിയിരിക്കും, ഒരു കുഴപ്പമില്ല, അയാളെ പോട്ടെന്ന് പറഞ്ഞു. അയാൾ പോയി. ബുദ്ധനൊരു തുണിയെടുത്ത് മുഖം തുടച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ എന്താണ് പ്രസംഗ പരിപാടിയായിരുന്നു, അത് തുടർന്നു. അടുത്ത ദിവസം പ്രസംഗത്തിന്റെ 2ാം ദിവസം ഈ മനുഷ്യൻ ഓടിത്തിരക്കി വന്നു. പറഞ്ഞു, ഞാൻ വീട്ടിൽ പോയി ആലോചിച്ച്, ഞാൻ ഭയങ്കര അങ്ങനെപ്പോലെ ശുദ്ധനായ മനുഷ്യനെ ഞാൻ അപമാനിച്ചു, എനിക്ക് കുറ്റബോധം തോന്നുന്നു, ഞെത്തി കിടന്ന് കരഞ്ഞു, അങ്ങേക്ക് മാപ്പ് തരണം ബുദ്ധൻ പറഞ്ഞു, ഇല്ല എനിക്ക് മാപ്പ് തരാൻ പറ്റിയിരുന്നു. അപ്പൊ ശിഷ്യന്മാര് ചോദിച്ചു, ഇത്രയും സമാധാനവാദിയായ ബുദ്ധൻ മാപ്പ് കൊടുക്കരുതെന്ന് പറഞ്ഞു. ബുദ്ധൻ പറഞ്ഞു, എനിക്ക് നിങ്ങൾക്ക് മാപ്പ് തരാൻ പറ്റില്ല, എനിക്ക് മാപ്പ് തരണം നിങ്ങൾ തെറ്റ് ചെയ്യണം. അപ്പൊ ഞാൻ ഇന്നലെ വന്ന് തുപ്പിയില്ലേ? ബുദ്ധൻ പറഞ്ഞു, ഇന്നലെ തുപ്പിയ ആളെ ഇപ്പൊ ഇവിടെ നിൽക്കുന്നത്, ഇന്നലെ തുപ്പിയ വ്യക്തിക്ക് ഞാൻ മാപ്പ് കൊടുക്കാൻ പറ്റും, പക്ഷെ ഇന്ന് നിങ്ങൾ ഇവിടെ നിൽക്കുന്നത് ശുദ്ധ ചേതനയോടെയാണ്, നിങ്ങൾക്ക് മാപ്പിന് ഒരു തെറ്റും നിങ്ങൾ ചെയ്തില്ല, പിന്നെ ഞാൻ എങ്ങനെ മാപ്പ് തരുമെന്ന് ചോദിച്ചു. ഇങ്ങനെയാണ് പണ്ടുള്ള ഒരു എഡ്യൂക്കേഷൻ കൊടുത്തോണ്ടിരുന്നത്, പ്രായോഗികമായ ഉദാഹരണത്തിലൂടെ. അപ്പൊ ഇതാണ് we are not past, we are free from the past.
ജഡ്ജിമാരൊക്കെ അങ്ങനെ ചിന്തിച്ചാൽ നല്ല കാര്യം കേട്ടോ. ജഡ്ജിമാരൊക്കെ അങ്ങനെ ചിന്തിച്ചാൽ നല്ലതാണ്. നിങ്ങളുടെ അന്നത്തെ നിമിഷം ഇന്ന് നയിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് അത് വേറെ നമ്മള് നിയമസംഹിതയും പണ്ട് ഈ ശിക്ഷണം ഈ രണ്ട് വാക്കുകൾ മലയാളത്തിൽ രണ്ടാണ്, സംസ്കൃതത്തിൽ ഒരേ വാക്ക്. പണിഷ്മെന്റിന് ശിക്ഷ എന്ന് പറയും, എഡ്യൂക്കേഷൻ ശിക്ഷ എന്ന് പറയും. എഡ്യൂക്കേഷൻ വേണ്ടി ഉണ്ടാക്കിയതാണ് ശരിക്കും പറഞ്ഞ പണിഷ്മെന്റ്. പിന്നെ അത് പ്രതികാരം ഒക്കെ ആയി അങ്ങനെ അങ്ങ് പോയതാണ്. യഥാർത്ഥത്തിൽ പ്രതികാരം ഉദ്ദേശിക്കുന്നത് ഒരാള് കുറച്ചു കാലം സ്വസ്ഥമായിട്ട് ഒറ്റയ്ക്ക് വിട്ട് കഴിയുമ്പോൾ അയക്കൊന്ന് റിഗ്രറ്റ് ചെയ്യാനും ഒന്ന് കടന്നു പോയി പെടുന്ന റിഗ്രറ്റ് അല്ല, ഒന്ന് റിവ്യൂ ചെയ്യാനും ഒക്കെ ഒരു അവസരം കിട്ടുമ്പോൾ ശാന്തമായി കഴിയുമ്പോൾ അത് ക്ലിയർ ആയിട്ട് തിരികെ വരും എന്നുള്ള പ്രതീക്ഷയിലാണ്. അതും ആവശ്യമാണ്. സർവശിക്ഷ അഭയം എന്ന് പറയുന്നത് അങ്ങനെ അത് ജനറൽ എഡ്യൂക്കേഷൻ ഇനിഷ്യേറ്റീവ്. ഓക്കെ, വേറെ ചോദ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്കിന്ന് വൈകിയല്ലോ, നമുക്ക് നാളെ കാണാമല്ലോ. നാളെ എക്സ്പീരിയൻഷ്യൽ പാട്ടായും കൂടുതൽ പേർക്ക് വേണമെങ്കിൽ നാളെ കയറാം. കാരണം ഇന്നത്തെ പറഞ്ഞ് കവർ ചെയ്ത ടോപ്പിക് ഉണ്ടാവില്ലെന്നേ ഉള്ളൂ. താങ്ക് യു. വളരെ വളരെ നന്ദി സഭാപതി. വളരെ എന്താ പറയുന്നത്, മനസ്സിലാക്കാനായിട്ട് കുറച്ച് എന്താ പറയുക പിടി നിൽക്കുന്നില്ല എങ്കിലും നമ്മളിങ്ങനെ എയറിൽ പിടിച്ചു വെച്ചിരിക്കുക. ഞാനിത് ഇന്ന് തന്നെ പബ്ലിഷ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ. അപ്പോൾ ഇതിൽ ചേരാത്തവർക്ക് വേണമെങ്കിൽ 1 മണിക്കൂർ ഇരുന്ന് കണ്ട് അതിൽ നാളെ ജോയിൻ ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഞാൻ നോക്കിയിട്ട് ഇന്ന് തന്നെ പബ്ലിഷ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇന്ന് തന്നെ പബ്ലിഷ് ചെയ്യാം. വളരെ നന്ദി സഭാപതി. ഞങ്ങൾ കണ്ട സഭാപതി 85 സഭാപതി അല്ല ഈ സഭാപതി. ഫീഡ്ബാക്ക് കൊടുക്കാം, നല്ല ആൾക്കാർ ജോയിൻ ചെയ്തുള്ളൂ. അപ്പം അല്ല, ഞാൻ പറയാനേ 85 ഞങ്ങൾ കണ്ട സഭാപതി അല്ല ഈ സഭാപതി. ശരിയല്ലേ? എനിക്ക് സൗണ്ട് കൊച്ചിനെ കുറവായിട്ട് തോന്നി. എനിക്ക് മാത്രമുള്ള പ്രശ്നമാണോ അതോ എല്ലാവർക്കും ഉണ്ടായിരുന്നു? സൂസന്റെ മാത്രം പ്രശ്നമാണ്. ആണോ? എനിക്ക് ഫാനിന്റെ സൗണ്ട് പോലും എന്നിട്ട് ഞാൻ പിന്നെ മാറിയിരിക്കുകയത് കേൾക്കാൻ ഭയങ്കര പാടായിട്ട്. ഞാൻ എല്ലാം എന്റെ മാക്സിമം ആയിരുന്നു. സെറ്റിന്റെ വോളിയം കുറച്ച് പോയാ ഏതാ സെറ്റിന്റെ വോളിയം കുറച്ച് വെച്ചിട്ടോ? അല്ല ഫുള്ളായിരുന്നു. സെറ്റിംഗ്സിൽ പോയിട്ട് ചിലപ്പോൾ കുറവായിരിക്കും. ഇയർഫോൺ ഇല്ല, ഞാൻ ഇയർഫോൺ ഉപയോഗിക്കാറില്ല. സെറ്റിംഗ്സിൽ ചിലപ്പോൾ കുറവായിരിക്കും. വോളിയം ഫുൾ ആയിരിക്കും, പക്ഷെ സെറ്റിംഗ്സിൽ ചിലപ്പോൾ ഓഡിയോ സെറ്റപ്പിനകത്ത് ചിലപ്പോൾ താഴെ പോയി കിടക്കും അറിയാതെ. നോക്കാം, ഞാനത് കാരണം ഇച്ചിരി പാടുപെട്ടു. എനിക്കാണ് സംഭവിക്കാം. നാളത്തേക്ക് ഒന്നുകൂടെ ചെക്ക് ചെയ്യാം. ഓക്കെ, ഗുഡ് നൈറ്റ് ടു ഓൾ. ഓൺലൈൻ മെയിൻ്റെനൻസ് ട്രെയിനിങ് വരുന്നുണ്ട്. അത് ഞാൻ 24-ാം തീയതി മുതൽ 3 ദിവസം വൈകുന്നേരം വെച്ചിട്ടുണ്ട്. ഓൺലൈൻ മെയിൻ്റെനൻസ് ട്രെയിനിങ് ഓൺലൈൻ ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. യോഗ ഓൺലൈനേക്കാൾ കുറച്ചുകൂടെ നല്ല നേരിട്ട് പഠിക്കുന്നതാണ്. രണ്ടായാലും കുഴപ്പമില്ല. പക്ഷേ മെഡിറ്റേഷൻ ബെസ്റ്റ് ഓൺലൈനായിട്ട് പഠിച്ചാലും കുഴപ്പമില്ല. നമ്മുടെ പല കൂട്ടുകാരും ഓൺലൈനിൽ പഠിച്ചിട്ടുണ്ട് മെഡിറ്റേഷൻ. 24-ാം തീയതി മുതൽ ഉണ്ടെന്ന് പറഞ്ഞാൽ ആര് ലീഡ് ചെയ്യുന്ന മെഡിറ്റേഷൻ ട്രെയിനിങ് ഞാൻ കൊടുക്കുന്നത്? അത് ഫീസ് ഒക്കെ ഉള്ളതാണ് കേട്ടോ. അത് സഹസമാധി ധ്യാന യോഗ എന്ന് പറയും. അത് 3 ദിവസം 1.5 മണിക്കൂർ വെച്ച് 3 ദിവസം കൊണ്ട് നമുക്ക് തന്നെ മെഡിറ്റേറ്റ് ചെയ്യാനുള്ള സ്കില്ല് വരും. വൈകുന്നേരം 6 മുതൽ 8 വരെ വെച്ചിരിക്കുന്നത്. വേറെ ഏതെങ്കിലും ടൈം നിർബന്ധം ഉണ്ടെങ്കിൽ 4-5 പേരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഒരു ബാച്ചോട് വെക്കാൻ കുഴപ്പമില്ല. കാരണം ഓൺലൈൻ ആകുമ്പോൾ അധികം പേര് നമ്മൾ എടുക്കില്ല. കാരണം ഓൺലൈനിൽ ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ അതിനകത്തൊരു മന്ത്രദീക്ഷം പരിപാടിയൊക്കെ ഉള്ളതാണ്. അപ്പൊ അത് കുറച്ച് പേരെ നമ്മൾ ഓൺലൈൻ ട്രെയിൻ ചെയ്യുള്ളൂ. അപ്പൊ നമുക്ക് വേറൊരു ബാച്ച് വേണമെങ്കിൽ വെക്കാം. മെഡിറ്റേഷനെ നമ്മൾ പറയുന്ന പോലെ റിലാക്സ് ചെയ്യാനൊന്നും പറ്റത്തില്ലല്ലോ. അതൊക്കെ കുറെ നാള് പഠിക്കുമായിരിക്കും അങ്ങനെയൊക്കെ റിലാക്സ് ചെയ്യാൻ. നമുക്ക് പറ്റിയിട്ടില്ല. ഞാൻ പറഞ്ഞ സഹസമാധി മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമുക്ക് മെഡിറ്റേഷനില് ഇമ്മീഡിയറ്റ് നമ്മുടെ റിസൾട്ട് നോട്ടീസ് വരും. ഇപ്പം കഴിഞ്ഞ ബാച്ച് നമ്മൾ ചെയ്തവര് ഉദാഹരണത്തിന് അവർ പറഞ്ഞു, പലരും പറഞ്ഞു അവരുടെ ഒരുപാട് കാലമായിട്ടുണ്ടായിരുന്ന പെൻഡിങ് ആയിട്ടുള്ള മനസ്സിന്റെ കുറെ ഇതെല്ലാം പോയി നല്ല സ്മൂത്ത് ആയി സുഖകരമായി അനുഭവമായിരുന്നു പറഞ്ഞു. അങ്ങനെയുള്ള ഇമ്മീഡിയറ്റ് പ്രാക്ടിക്കൽ ലൈഫിലും ക്ലാരിറ്റി പെട്ടെന്ന് വരും. അതെല്ലാം നമ്മൾ സ്പിരിച്വലായിട്ട് അല്ലെങ്കിൽ ഫിലോസഫിക്കലായിട്ട് ജിജ്ഞാസ ഉള്ളവരാണെങ്കിൽ അവർക്ക് അതിൻ്റെ പ്രോഗ്രസ് ഉണ്ടാവും. ഇമ്മീഡിയറ്റ് ഉണ്ടാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറൊരു ഫാസ്റ്റസ്റ്റ് മെത്തേഡ് ഈസ് മെഡിറ്റേഷൻ. അത് കവിഞ്ഞ് വേറെന്താ മനുഷ്യൻ ചെയ്യാൻ പറ്റുന്നത്? രാവിലെ ഏതെങ്കിലും ദിവസം ഉണ്ടെങ്കിൽ ഒന്ന് ലിങ്ക് ഇടണേ. ഏത് സമയമാണ് സൗകര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അനുസരിച്ച് പ്ലാൻ ചെയ്യാം. 7 തൊട്ട് 9 വരെ ഉള്ള ടൈമിലുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞുതരാം. നമുക്ക് പ്ലാൻ ചെയ്യാം. അങ്ങനെ ഞാൻ അറിയിക്കാം. ഓക്കെ.
ഓക്കെ, താങ്ക് യു. ഞാൻ ഇറങ്ങുകയാണേ. ഓക്കെ, ശരി, ഗുഡ് നൈറ്റ്. ബൈ. താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ്. Thank you. Good night.